നല്ല സംഘടനകൾക്ക് താവേ അല്ലെങ്കിൽ വചനം ശരിക്കും അല്ലെങ്കിൽ വചനത്തിന്റെ വെളുപ്പാക്കി വ്യക്തമായി വചനം പഠിപ്പിച്ച് നിശ്ചയമാക്കി അടിസ്ഥാനത്തിൽ ഉറപ്പിച്ച് നിൽക്കുവാൻ എന്നേക്ക് സിയോൻ പോലെ പർവ്വതം പോലെ ഉറപ്പുമായി തീരുവാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു താവേ. ജനങ്ങളുടെ വചനമല്ലാതെ നിശ്ചയമില്ലാതെ വഴി തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിൽ അത്ഭുതങ്ങളെ അടിയാളങ്ങളെ ആത്മീയ പ്രകടനങ്ങളൊക്കെ നടത്തി ജനങ്ങളിലേക്ക് തെറ്റിപ്പോകുന്ന സഭയിലെ ഭിന്നിപ്പിക്കുന്ന അഭിപ്രായങ്ങളിൽ വെച്ച് ആൾക്കാർ ഉഴഞ്ഞു കിടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവേ. പിതാക്കന്മാരുടെ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, വേർപാട് വിശുദ്ധ വചനത്തിന്റെ വേലയിൽ നിന്ന് ദൈവിക സ്വാതന്ത്ര്യത്തിന്റെ കാലഘട്ടത്തിനെ പോലെ ആത്മീയതയിൽ കർത്താവേ അതിൽ പോലെ ആത്മീയ അനുഭവങ്ങളിലേക്ക് മടങ്ങി വരുത്തണമെന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. മുമ്പിൽ നല്ല കത്തോലിക്ക വിശുദ്ധന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ നല്ലൊരു കാഴ്ചപ്പാട് നിലനിർത്തിക്കൊണ്ട് എല്ലാ സംഘടനത്തിന്റെയും നേതൃത്വത്തിലും അതിന് കീഴിൽ നിൽക്കുന്ന ഏകമായി സൂചിപ്പിച്ച് നിന്ന് ദൈവത്തിന്റെ പൂർത്തിച്ചെടുക്കുവാൻ സാധിക്കും. ആത്മാക്കൾ നിലനിൽക്കണമേ. എല്ലാവരും അനേകം തെറ്റിപ്പോകുന്നു, അനേകം പിന്മാറിപ്പോകുന്നു, വിശ്വാസം തകർന്നു പോകുന്നു, പാരമ്പര്യത്തിലേക്ക് പിന്നെയും പുറകോട്ട് പോയിരിക്കുന്ന കാലഘട്ടത്തിലാണ്. വഴി തെറ്റിപ്പോകുന്ന ഒരു കാലഘട്ടത്തിലായിരിക്കുന്ന കർത്താവേ, വിശ്വാസം നിലനിൽക്കാൻ കഴിയാത്ത അവസ്ഥ, പല കാര്യത്തിലും നേടാൻ കഴിയാത്ത പ്രാപിക്കാൻ കഴിയില്ല. പ്രാർത്ഥിച്ച വിശ്വാസത്തിൽ മറുപടി വിടുതലില്ലാതിരിക്കുമ്പോൾ ഡാമായി പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. ഓർത്ത് പ്രാർത്ഥിക്കുന്നു താവേ. എല്ലാവർക്കും മാത്രമേ വചനത്തിന്റെ ദിശ പ്രാപിച്ച ആത്മാവിന്റെ നിറവ് അല്ലെങ്കിൽ പ്രാർത്ഥിച്ച് പോരാടി മുന്നിൽ വന്ന് പ്രാർത്ഥിച്ചു. ഈ കാലഘട്ടം എല്ലാ സംഘടന എല്ലാ കൂട്ടായ്മ ദാസന്മാരുടെ എല്ലാവരെയും ഉണർവ് ഈ കാലഘട്ടത്തിൽ ഒന്നിക്കെട്ടായി ഉണർവ് കർത്താവ് വരവാൻ പ്രശ്നങ്ങൾ പ്രതികൂല വരുവാൻ നേരിടുവാൻ പരിശുദ്ധമ സഹായിക്കണം. ആത്മാവിലേക്ക് കഴിയുന്ന തന്നെ പരിശുദ്ധമായി വന്നിരിക്കുന്നു. ഈ കാലഘട്ടം വിശുദ്ധ കൃപ ഈ കാലഘട്ടം പരിശുദ്ധമായി സഹായിക്കണം. തവേ ഈ ദൈവമാവ് സഹായിക്കണം. സ്തോത്രം തവേ. നല്ല ആത്മീയ വിവേചനം വെളിപ്പാട് കർത്താവേ നൽകാമേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവേ. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധമാവ് ചിന്തനായി സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവേ. ഹല്ലേലൂയ. അതുപോലെ സഭയിൽ കർത്താവേ ഹല്ലേലൂയ വിശ്വാസത്തെ നിലനിർത്തണം. ആൽവാസിക്കാറ്റ വചനം ഒഴുകുക പരിശുദ്ധമായി സഹായിക്കും. ഉണർത്തണമേ കർത്താവേ. കൃപയിൽ നിലനിൽക്കും സഹായിക്കണം. ദാസന്മാർ ബലവർത്തനം സഹായിക്കും. ശുശ്രൂഷകർക്ക് അല്ലെങ്കിൽ ധ്വനിച്ചും പ്രകാശിക്കണം. നല്ല പ്രാപ്തന്മാരാക്കിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കഥദാസനും കേൾക്കുന്ന എല്ലാ കൂട്ടായ്മകളും എല്ലാ ദൈവമക്കളിലേക്കാണ് സ്തോത്രിക്കുന്നു കർത്താവേ. നില സന്നിധി പാടി ദൈവത്തെ മഹത്വം സഹായിച്ചു. അല്പസമയം സന്നിധികൾക്ക് മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തിരുന്ന സഹോദര പ്രാർത്ഥിച്ച വിഷയത്തിൽ മറുപടി വിടുതലെ കരുതല ദൈവം കൊടുത്തതിനായി സമയത്തിന്റെ സന്നിധിക്കുമ്പോൾ ദൈവമേ അരുളിച്ചതുമായി ഞങ്ങളോട് സംസാരിക്കണമെന്ന കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ ഞങ്ങളുടെ ഹൃദയമായിരിക്കുന്ന കർത്താവ് താഴ്ച കൊടുക്കുന്ന കർത്താവ് കണ്ണീര് നിലവിളി വേദന പ്രയാസങ്ങൾ അറിയുന്ന കർത്താവ് പരിശുദ്ധാത്മാവ് മുഖമറ്റം നോക്കാത്തവണ്ണം പരിശുദ്ധാത്മാവുണ്ടാത്തവണ്ണം പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ വചനം കർത്താവ് ദാസിലും കൂടെ കേൾക്കണം. പരിശുദ്ധമായി സഹായിക്കണമേ. വചനത്തിന്റെ വാതിൽ തുറക്കണമേ കർത്താവേ. അത്ഭുതമായ സ്തോത്രത്തിന്റെ ആവശ്യം പരിശുദ്ധമായി നീക്കട്ടെ. സ്തോത്രം എല്ലാ മകത്തിന്റെ ദിവസം പറയുന്നു യേശുവിന്റെ നാമത്തിൽ പിതാവേ. സ്തോത്രം ഹല്ലേലൂയ. തന്നല്ലവൻ യേശുനായകൻ യേശുവിനും താരത്തിടുന്ന വിവാഹ പ്രാർത്ഥനയിൽ കലർന്ന എല്ലാ ദൈവമക്കൾക്കും കടന്നുവന്ന കഥാദാസന്മാർക്കും കഥാഹല്ലേലൂയ സ്നേഹമക്കളും ഹല്ലേലൂയ സ്തോത്രം. വിവാഹ പ്രാർത്ഥനയിലെ ഭാര്യ ദൈവത്തെ ശുചിപാമയത്തോടെ സഹായിച്ചു. അല്പസമയം നമ്മുടെ വ്യാപ്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥന ദൈവം ക്രിസ്തുവിലെ സ്വത്വത്തോടെ അറിയിച്ചു. ദൈവം പ്രവർത്തിച്ച് ദൈവം വിടിവിച്ച സമയത്ത് നമുക്ക് വിശ്വാസത്തോടെ നമ്മൾ അയക്കാം. അല്പസമയം നമ്മുടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കണമല്ലോ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാതില് തുറക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് വചനത്തിൻ്റെ വാതില് തുറന്നു തരണം. ദൈവാത്മാവ് നമ്മളോട് സംസാരിക്കണമേ. എൻ്റെ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് വചനത്തിൽ കൂടെ തന്നെ നമ്മളോട് സംസാരിക്കണം. ഇങ്ങനെയുള്ള ആഗ്രഹത്തോടെ ഇരുന്ന ദൈവം നമ്മളോട് സംസാരിക്കും. പ്രൈസ് ഹല്ലേലൂയ. പ്രാർത്ഥനയോടെയായിരിക്കട്ടെ. പ്രൈസ് ഹല്ലേലൂയ. കത്തദാസന്മാരുണ്ട്. 3 കത്തദാസന്മാരെ അവരുടെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട്. പ്രൈസ് ചുരുക്കത്തിൽ കത്തദാസന്മാർ 3 ദൈവദാസന്മാരെ വചനത്തിൽ സംസാരിക്കും. ഹല്ലേലൂയ. എൻ്റെ നേതൃത്വത്തിൽ എനിക്ക് എൻ്റെ ഏറ്റവും ശ്രേഷ്ഠതമായിട്ട് കാണുന്നതാണ് അതിൻ്റെ നല്ല അഭിഷക്തന്റെ ശുശ്രൂഷ ചെയ്യുന്നത് കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്.
അതുകൊണ്ട് കർത്തദാസന്മാരെ ഞാൻ ബഹുമാനത്തോടെ നിശ്ചയത്തോടെ അവരെ ഞാൻ ക്ഷണിക്കുകയാണ്. ഏകദാസന്മാരെ ശുശ്രൂഷിക്കുകയായിട്ട് ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനേകമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ആയിരിക്കട്ടെ. സ്തോത്രം. രാകേഷ് പിണക്കം, ജാരസംഘ, ക്രോധം, ചാറ്റം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയം, മദ്യപാനം, വെറിക്കൂത്ത് ഈ വക പ്രവർത്തിക്കുന്ന സ്വർഗരാജ അവകാശമാക്കുകയില്ല. ജലക്കാരൻ്റെ 24 ക്രിസ്തുയേശുവിലുള്ളവ അതിന്റെ ജഡത്തെ അവന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിച്ചിരിക്കുന്നു. 5:24 അപ്പൊ ക്രൂശിച്ചിരിക്കുകയാണ്. നാം പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടത് നമ്മുടെ പഴയ മനുഷ്യനെ അവരുടെ കൂടെ ക്രൂശിച്ചു. നമ്മളെ 6 അപ്പൊ പാപത്തിന് അടിമപ്പെടാതിരിക്കണം. ആത്മാവിനനുസരിച്ച് അവിടെ പറഞ്ഞ 6 നാം ഇനി പാപത്തിന് അടിമപ്പെടാത്തവണ്ണം പാപശരീരത്തിൽ നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അപ്പൊ പുതിയ മനുഷ്യന് പഴയ മനുഷ്യനുണ്ട് അല്ലേ? അങ്ങനെയാണ്. അപ്പൊ പഴയ മനുഷ്യനെ നമ്മൾ ക്രൂശിക്കരുത്, അല്ലെങ്കിൽ ഉരിഞ്ഞു കളഞ്ഞു. എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇരിക്കാൻ സമയം പോയി 6-ാം അധ്യായത്തിന്റെ 9 വാക്യം ജീവിക്കുന്ന കാര്യങ്ങളാണ്. 6-9 മുതൽ ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുക. അവൻ അവിടെ പറയാണ് ക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുക, ഇനി മരിക്കുകയില്ല, മരണത്തിന് അവന്റെ കർത്തൃത്വമില്ല. അവിടെ പറയാണ് കർത്തൃത്വമില്ല. അടുത്ത വാക്യം അവൻ മരിച്ചത് പാപസംബന്ധമായ ഒരിക്കലായിട്ട് മരിച്ചു. അവൻ ജീവിക്കുന്നത് ദൈവത്തിനെ ജീവിക്കുന്നു. അവനും നിങ്ങൾ പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തു യേശുവിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെന്നും. അപ്പൊ ദൈവത്തിന് വേണ്ടി ജീവിക്കണമെങ്കിൽ പഴയ മനുഷ്യന് ഉരിഞ്ഞു കളയണം, അല്ലെങ്കിൽ ഉപേക്ഷിച്ചു. അത് പ്രവൃത്തികളിലൂടെ ഉരിഞ്ഞു കളഞ്ഞു. പുതു മനുഷ്യനെ ധരിച്ചു, ക്രിസ്തുവിനെ ധരിച്ചു അല്ലെ? ധരിച്ചിരിക്കുക. അപ്പൊ ക്രിസ്തുവിനെ ധരിച്ചു കഴിയുമ്പോൾ തന്നെ ആ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളിൽ കൂടി വെളിപ്പെടണം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരവികാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം, പിന്നെ മനസ്സലിവ്, ദയ, പിന്നെ താഴ്മ, അതുപോലെ തന്നെ ആ എന്താ പറയാ, നമ്മളെ ക്രിസ്തുവിന്റെ സ്വഭാവത്തോട് നമ്മൾ അനുരൂപരായി മാറുകയാണ്. അങ്ങനെ മാറിയെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ അല്ലേ? അവിടെ പറയുന്നത് എങ്ങനെയാ? സന്തോഷം അത് നമ്മളെ അടിച്ചടിച്ച് സന്തോഷം ഉദിപ്പിച്ചതിനാണ് മൗനമായി ഇരിക്കാതെ സ്തുതി പാടാൻ വേണ്ടി അല്ലേ? അപ്പൊ മൗനമായിരിക്കാൻ പാടില്ല. ഞാൻ നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു. എന്റെ സങ്കടം മുങ്ങി വന്നു. എന്റെ ഉള്ളിൽ, എന്റെ ഹൃദയത്തിൽ, എന്റെ ഉള്ളിൽ സങ്കടം പൊങ്ങി വന്നു. ഉള്ളിൽ അവിടെ പറയാണ്, അവിടെ എന്റെ ജ്ഞാനത്തിൽ തീ കത്തി. തീ കത്തണം, വചനം ഉള്ളിൽ കത്തണം. എമോസിലേക്ക് പോയി ശിഷ്യന്മാരുടെ കൂടെ കർത്താവുണ്ടായിരുന്നു. കർത്താവ് സംസാരിച്ചപ്പോൾ അവരുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നു. അപ്പൊ പോണ ഭാവം വെച്ച് പറഞ്ഞു, അതെ വീട്ടിലേക്ക് വന്ന് ഭക്ഷണം വെച്ചിട്ട് നാളെ പോകാന്ന് പറയും. അപ്പൊ യേശു പോയിട്ട് അപ്പോൾ എടുത്ത് വാഴ്ത്തി കൊടുത്തപ്പോൾ അവരുടെ കണ്ണു തുറന്ന് യേശു മാറി ഇല്ല. അപ്പൊ എന്ത് ചെയ്യണം? അപ്പൊ ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ചു. ഞാൻ സംസാരിക്കാൻ വേണ്ടി ഇന്നലെ വേറെ ഒരുപാട് എടുത്ത് സംസാരിച്ചു. അപ്പൊ ദൈവത്തിന്റെ ഇഷ്ടമാണ്. ദൈവം എല്ലാവരുമായി കഴിഞ്ഞിട്ട് അവസാനം ഇനി എല്ലാവരുമായി നമ്മൾ സംസാരിക്കും. പ്രൈസ് ലോർഡ്. അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. 2 പത്രോസ് 1-ാം അധ്യായം 3-4 വാക്യം.
അപ്പോസ്തലനായ പത്രോസ് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 3-4 വാക്യങ്ങൾ. രണ്ടും ആ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ 2023 വർഷം ഒക്ടോബർ മാസത്തിൻ്റെ ഈ 6-ാം ദിവസം വെള്ളിയാഴ്ച അടിങ്ങൾക്ക് ദാനമായി നൽകിയ വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്ന കഴിഞ്ഞ ദിവസങ്ങളെല്ലാം അങ്ങയുടെ ഉള്ളം കൈ ഞങ്ങളെ വഹിച്ച് വൻകൃപയ്ക്കായി സ്തോത്രം. ദൈവസഭയുടെ പ്രവർത്തനങ്ങളെയും കർത്തദാസ്മാരെ കുടുംബങ്ങളെ ഞങ്ങളെ കുടുംബങ്ങളെയും കുഞ്ഞുങ്ങളെ യൗവനക്കാരെ സൗരിമാരെ വാഴ്ത്തകളെ മാതാപിതാക്കളെല്ലാം കർത്താവ് വഹിച്ച വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്ത് ദുഷ്ടലോകത്ത് ജീവിക്കാൻ ആവശ്യമുള്ള ദൈവിക കൃപയും പരിജ്ഞാനവും ആത്മശക്തിയും ഞങ്ങൾ പകർന്നതായി സ്തോത്രം ചെയ്യുന്നു. യഹോവ ഈരിയ, യഹോവ ശാലോമ, യഹോവ നിസ്യ ഒക്കെ കർത്താവ് ഓരോ സമയങ്ങൾ ഞങ്ങൾ ഇവിടെ വെളിപ്പെട്ട് വന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞാനാകുന്ന താവെ വെളിപ്പാടുകൾ നൽകിക്കൊണ്ട് കർത്താവെ സ്തുതി ക്രിസ്ത്യ ജീവിതം ഓടുവാൻ ഞങ്ങൾ ഇന്നയോളം സഹായിച്ച വൻകൃപയ്ക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നത്. പകൽ താവെ ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ താവെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അങ്ങയുടെ ജീവന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കുന്ന വചനം വീണ്ടും ഈ കാതുകൾക്ക് കേൾപ്പാനുള്ള കൃപ ഞങ്ങളോട് കാണിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. വീണ്ടും ഞങ്ങളെ സമർപ്പിക്കുന്ന അടിയന താവെ മുമ്പായി സംസാരിച്ച കർത്തദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്ന അവരുടെ കുടുംബങ്ങളായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ശുശ്രൂഷകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന താവെ കുര്യാക്കോസ് പാസ്റ്ററിനായി തന്റെ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്ന തന്നെ കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ ദേവദാസന്മാർക്ക് ദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. ദൈവസഭയ്ക്കായി സ്തോത്രം ചെയ്യുന്ന അതായത് ദൈവ അധ്യക്ഷനായിരിക്കുന്ന ദേവദാസനായി സ്തോത്രം കുടുംബത്തിനായി സ്തുതിക്കുന്നു. സകലരെയും ഒരുപോലെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതാവേ സ്തോത്രം എല്ലാവരും അവർ ചെയ്യുന്ന ഓരോ കാര്യത്തിലും അത് താവെ ജോലിയായാലും താവെ ശുശ്രൂഷയായാലും അത് കൃതാർത്ഥനായി തീരുവാൻ അങ്ങനെ വരെ കർത്താൻ ആത്മാവ് സഹായിക്കണം അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. അല്പസമയം കൂടി അങ്ങനെ വചനം ശ്രമിക്കുന്നല്ലോ അടിയനെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം ആത്മീയമായ ഭൗതികമായ സാമ്പത്തികമായ ശാരീരമായ ദൈവസഭയെ പിതാവായ ദൈവത്തിനും പുത്രനായ യേശു ക്രിസ്തുവിനെയും പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനായ സ്തോത്രം സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമീൻ. ആമീൻ. എൻ്റെ പേര് രാകേഷാണ്. ഞങ്ങൾ കുടുംബമായി എൻ്റെ ഭാര്യയുടെ പേര് റെനി. ആദ്യമായിട്ടാണ് ഞങ്ങൾ ഈ സഭയിൽ വരുന്നത്. സ്തോത്രം അവിടെ പരിചയമുള്ളപ്പോൾ സ്വന്തം ഒരു സഹോദരനെ മാത്രമേ ഉള്ളൂ. അത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. എൻ്റെ സ്വദേശം ആലുവയാണ്, എൻ്റെ ഭാര്യയുടെ സ്വദേശം തിരുവല്ല. ഈ തൃശ്ശൂരിൽ വെലങ്ങന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പീച്ച് ഡാമിൻ്റെ അടുത്ത് വെലങ്ങന്നൂരിൽ കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് ഞങ്ങൾ താമസിക്കാൻ ഒരു പാസ്റ്ററിൻ്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ഞാനും പാസ്റ്ററല്ല, അവരും പാസ്റ്ററല്ല, എന്നാൽ സുവിശേഷ വേലയിൽ ഞങ്ങളായിരിക്കുന്നു. പൊതുവെ എല്ലാവരും ഇപ്പോൾ കണ്ട പാസ്റ്റർമാരെന്ന് വിളിക്കുന്നത്, അതുകൊണ്ട് പാസ്റ്റർമാരായിട്ട് അറിയുന്നു. എങ്കിലും കർത്താവിൻ്റെ വേലയിൽ പാസ്റ്ററായിട്ടും വേല ചെയ്തിട്ടുണ്ട്. സോ എൻ്റെ വീട്ടിൽ തന്നെ IPC സഭ 3.5 വർഷം നയിക്കുവാൻ കർത്താവ് സഹായിച്ചോർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. കൂടുതലായി പൊതു ശുശ്രൂഷയായിട്ട് പലയിടത്തും പോകുന്നു. പ്രവാചകനാണെന്ന് വെച്ചാൽ പ്രവാചകനല്ല, എന്നാലല്ലെന്ന് വെച്ചാൽ ആണ്, രണ്ടും കൂടി കർത്താവ് ഉപയോഗിക്കുന്ന പോലെ. സ്തോത്രം. കൂടുതൽ BBSകൾ നടത്തുവാനും അതുപോലെ ദേശങ്ങൾ കടന്നു നിന്ന് കർത്താവിൻ്റെ സുവിശേഷം അറിയിപ്പാൻ സ്വന്തം ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ടീമായിട്ടല്ല, ഞാനും ഭാര്യയായി ടീമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അത് ട്രാക്ട് കൊടുക്കും, ഭവനങ്ങൾ സന്ദർശിക്കും, BBSകൾ പലയിടത്തും നടത്തുവാൻ കർത്താവ് സഹായിച്ചു. അതുപോലെ HMI എന്ന് പറയുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. അത് ഹോസ്പിറ്റൽ മിനിസ്ട്രീസ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. അതിൻ്റെ സെല്ലുകൾ ആരംഭിക്കുവാനും അതിനോട് ചേർന്ന് രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും കാണുവാനൊക്കെ കർത്താവ് കഴിഞ്ഞ നാളെ സഹായിച്ചു. അത് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ആ ദേവദാസൻ അവർ അട്ടപ്പാടിയിലാണ്. അവർ ചെയ്യുന്ന വേല എന്ന് പറയുന്നത് ബൈബിൾ ട്രാൻസ്ലേഷൻ, ബൈബിൾ പരിഭാഷ ചെയ്യുന്ന ഒരു മിനിസ്ട്രിയിലാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 10-25 വർഷമായി അവർ ആ വേലയിലായിരിക്കുന്നത്. ഇപ്പോൾ അട്ടപ്പാടിയിൽ 10 വർഷമായി. സോ അങ്ങനെയുള്ള പരിചയമാണ് ഞങ്ങൾക്കുള്ളത്. 18 വർഷത്തെ ആത്മീയ ബന്ധമുണ്ട്. സോ അങ്ങനെ അവരുടെ വീട്ടിൽ കഴിഞ്ഞ 3 മാസമായിട്ട് ഞങ്ങൾ താമസിക്കുകയാണ്. സ്തോത്രം. ആ വേല ഓർത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ ഒത്തിരി ഉണ്ട്, ഒത്തിരി ശൂന്യതകളുണ്ട്, ഒത്തിരി ഇല്ലായ്മയുണ്ട്. പക്ഷേ അതൊന്നും പറയാൻ ഞാൻ താല്പര്യപ്പെടാതെ പ്രാർത്ഥിക്കുകയും വേണ്ട. സ്വതന്ത്ര കർത്താവ് ചെയ്തോളും. പക്ഷേ അവർ ഓർത്ത്, ആ മിനിസ്ട്രി ഓർത്ത്, അവർ മാത്രമല്ല, ആ മിനിസ്ട്രി എന്നാൽ ഇന്ത്യയിൽ ബൈബിൾ ലഭിക്കാത്ത ഇനി 400ഓളം ഭാഷകളുണ്ട്. ഇന്ത്യയിൽ ബൈബിൾ ലഭിക്കാത്ത അവരെ സ്വന്തം മാതൃഭാഷയിൽ ബൈബിൾ ലഭിക്കാത്ത 400ഓളം ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന വിക്ലിഫ് ഇന്ത്യ ഉണ്ട്. ഈ പറഞ്ഞ ഇവരെ പ്രവർത്തിക്കുന്ന ഇപ്പോൾ NLC എന്ന് പറയും. അങ്ങനെയുള്ള പല മിനിസ്ട്രി ഉണ്ട്. അവർ ഓർത്ത് പ്രാർത്ഥിക്കും. കാരണം വെറുതെ പോയി സുവിശേഷം അറിയിക്കാൻ പറ്റില്ല. ഇവരുടെ പോയി ഭാഷ പഠിക്കണം. മാത്രമല്ല അവരുടെ വിശ്വാസം
നമ്മൾ നേടിയെടുക്കണം. അത് എളുപ്പ കാര്യമില്ല. അതിന് തടസ്സം ഒന്ന് സർക്കാരാണ്, ഇന്ത്യൻ സർക്കാരുണ്ട്, കേരള സർക്കാരുണ്ട്. മാത്രമല്ല അവിടെയുള്ള ഇവരെ ഭരിക്കുന്ന അല്ലെങ്കിൽ ഇവരെ നയിക്കുന്ന ഈ ഗോത്രക്കാരെ ഭരിക്കുന്ന ശരിക്കും പറഞ്ഞാൽ സ്വന്തം മറ്റുള്ള ജനങ്ങളുണ്ട്. എന്നാൽ അവരെ പീഡിപ്പിക്കുന്ന, അവരെ ചൂഷണം ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. സ്വത്രം അവരെ ജയിച്ച് വേണം നമുക്ക് അവരുടെ ആ കൂട്ടങ്ങളിൽ പോകാൻ, അല്ലെങ്കിൽ അവരെ ആ ഗ്രാമപ്രദേശത്ത് പോകാൻ വേണ്ടി. അപ്പോൾ ഒന്ന് ഇവരെ കടക്കണം, രണ്ടാമത് അവരെ വിശ്വാസം നേടിയെടുക്കണം, അവരെ ഭാഷ പഠിക്കണം. പല ഭാഷകളും ലിപി ഉണ്ടാക്കണം. അങ്ങനെയാണ് ആ കാര്യം നടക്കുന്നത്. പണ്ടൊക്കെ അത് 10, 50, 60 വർഷമായിരുന്നു ട്രാൻസ്ലേഷൻ മിനിസ്ട്രി സമയം എടുത്തുകൊണ്ട്. പക്ഷേ ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗമായതുകൊണ്ട് സാറ്റലൈറ്റ് വഴി കാര്യങ്ങൾ നടക്കുന്നുണ്ട്, ഫോണും ഉള്ളതുകൊണ്ട് അത് കുറച്ചും കൂടെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി സമയം എടുക്കും. പക്ഷേ ഇവരെ വിശ്വാസം നേടിയെടുക്കുക മാത്രമല്ല ഭാഷ പഠിക്കുക എളുപ്പ കാര്യമല്ല. അപ്പോൾ അതിനെ ഓർത്ത് നിങ്ങൾക്ക് എപ്പോഴും സമയം ലഭിച്ചാൽ ആ മിനിസ്ട്രി ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഞാൻ ഓർപ്പിക്കട്ടെ. ഇവിടെ അയക്കുന്ന ദൈവസഭയ്ക്കായ സ്തുതിയും ദേവദാസനായി സ്തോത്രം ചെയ്യുന്നു. മാത്രമല്ല എനിക്ക് മുൻപായി കർത്താവിന്റെ വചനം ശക്തമായി പങ്കുവെച്ച ദേവദാസന്മാർക്കായി സ്തോത്രം കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഈ യോഗത്തെ ഇന്നത്തെ വെള്ളിയാഴ്ച പ്രാർത്ഥനയെ അധ്യക്ഷനായി ഇരിക്കുന്ന ജോണി സോറിനായി സ്തോത്രത്തിൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. അതുപോലെ സ്വന്തം പ്രാർത്ഥനയിൽ കൂടിയും മാത്രമല്ല സഹോദരൻ ആദ്യമേ ദേവദാസൻ ആദ്യമേ ജാഗരിച്ചപ്പോൾ എടുത്തു പറഞ്ഞ ഒരു വാക്യമായിരുന്നു കർത്താവായ യേശുസ് പറഞ്ഞൊരു കാര്യമാണ്. ഈ ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എന്നാൽ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരുന്നു. ഈ ലോകത്തിലെ കഷ്ടമുള്ളൂ, സ്വർഗത്തിൽ കഷ്ടമില്ല. അതുകൊണ്ട് കർത്താവിന് ഇവിടെ കഷ്ടം ജയിച്ച്, എന്നെപ്പോലെ കഷ്ടം ജയിച്ച് വരുന്നവന് ഞാൻ എന്നോട് കൂടെ, വെളിപ്പാട് ദിവസം 3:21-22 പറയാം, ഞാൻ എന്നോട് കൂടെ, ഞാൻ ജയിച്ചതുപോലെ എന്നോട് കൂടെ എൻ്റെ സിംഹാസനം തീർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പ്രസംഗിച്ച് ജയിക്കാനല്ല, ആത്മാക്കൾ നേടുന്ന ഒരു വിഷയമാണ് സ്തോത്രം. പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യം കഷ്ടം സഹിച്ചാണ് ഈ ക്രിസ്തീയ ജീവിതം നയിക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. അതിൽ ഈ വാക്യം 2 കർത്തൃദാസന്മാരും ഇന്ന് പകൽ മാത്രം സഹോദരിമാർ പറഞ്ഞ പ്രാർത്ഥനാ വിഷയത്തിൽ നിങ്ങൾ ഉദ്ധരിച്ച വാക്യങ്ങളും ആശയങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് സ്തോത്രം ചെയ്യുന്നു. അതിൽ വളരെ നമ്മളെ സഭകൾ പൊതുവേ പെന്തക്കോസ്ത് ലോകം വളരെ പിന്മാറി പോയി പോകുന്ന ഒരു സംശയമല്ല, യാഥാർത്ഥ്യമാണ്. ഞാൻ 32 വർഷം വിശ്വാസിച്ച് വരുന്നത് അന്ന് കണ്ട പെന്തക്കോസ്ത് ലോകമല്ല ഇന്ന്. പ്രൈസ് ദി ലോർഡ്. അന്ന് കണ്ട ആത്മശക്തിയല്ല ഇന്ന്. ശക്തിയോടെ ദുരുപദേശം കടന്നു വന്നിരിക്കുന്നു. അത് വാഴ്ച ചെയ്യുകയാണ്. വെറുതെ ദുരുപദേശം വരികയല്ല, വാഴ്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അന്ന് ആരോ പറഞ്ഞ പോലെ അന്ന് പ്രസംഗിച്ച വചനം ശക്തമായി വ്യക്തമായി സത്യവചനം പ്രസംഗിച്ച പാസ്റ്റർമാർ ഇന്ന് അവർ ദുരുപദേശക്കാരെ പോലെ കുഴപ്പമില്ല, സാരമില്ല, തണുത്തു പോയ അനുഭവം. പാസ്റ്റർ തണുത്താൽ പിന്നെ വിശ്വാസിയുടെ കാര്യം പറയണോ? സ്തോത്രം. അത്രത്തോളം എരിവോട് ബലത്തോടെ നിന്ന പൗലോസ് സ്ഥാപിച്ച സഭകൾക്ക് പിന്മാറ്റം വന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് വേണ്ടിയ ലേഖനം എഴുതിയത്, അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവരൊന്നും കൂടെ ബലപ്പെടുത്തുവാൻ. സ്തോത്രം. അവർ കർത്തദാസന്മാർ രണ്ടുപേരും പറഞ്ഞ ഒന്ന് എനിക്ക് ദൈവാൽപ്പെട്ട എന്നെ സ്പർശിച്ച ഒരു കാര്യമായിരുന്നു. പാസ്റ്റർ മുമ്പ് ആദ്യം പറഞ്ഞ പാസ്റ്റർ പറഞ്ഞ പോലെ സ്തോത്രം, പാസ്റ്റർ ആയിക്കോട്ടെ സഹോദരനായിക്കോട്ടെ കുഴപ്പം, ഞാൻ പാസ്റ്ററിനെ വിളിച്ചെന്ന് ദൈവം വചനം പങ്കുവെച്ചുകൊണ്ട്. പ്രൈസ് ദി ലോർഡ്. അവളോട് പറയാണ്, ആ സ്ത്രീയോട് പറയാണ്, ഈ വെള്ളം കുടിക്കുന്നവൻ, അത് അവളോട് ഒരു അവിശ്വാസിയായ അവളോട് പറഞ്ഞ കാര്യം. പക്ഷേ ദൈവാത്മാ എന്നോട് പറഞ്ഞത്, ഇന്ന് ഞാനും സഭയും ചിന്തിക്കുന്ന കാര്യം, ഈ വെള്ളം കുടിക്കുന്നത് ദാഹിക്കും എന്ന് പറഞ്ഞാൽ ഈ ലോകപ്രകാരമുള്ള ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷൻ്റെ പ്രസംഗം കേൾക്കുന്നവർ വീണ്ടും ദാഹിക്കും. കാരണം എന്നാൽ ലോകമാണ് പറയുന്നത്, ലൗകികത പറയുന്നു. സ്തോത്രം. യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത് 4:4 നമ്മൾ വായിക്കുന്നത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുവാണ്. ശത്രു. കർത്താവ് പറഞ്ഞു രണ്ട് തോണിയിൽ കാല് വെക്കാൻ പറ്റില്ല. അപ്പോൾ ലോകത്തെയും സ്നേഹിച്ച് കർത്താവിനെയും സ്നേഹിക്കാൻ പറ്റില്ല എന്ന് കർത്താവ് തന്നെ പഠിപ്പിച്ചു. ഏതെങ്കിലും ഒന്ന് നടക്കുകയുള്ളൂ. പലരും വരുന്നുണ്ട് സ്തോത്രം, പലരും വലിയ വലിയ മാറ്റങ്ങൾ സംഭവിച്ച് വരുന്നവരുണ്ട്. പക്ഷേ പിൻകാലങ്ങൾ അവരെല്ലാം തണുത്തു പോകുന്ന അനുഭവം. പ്രൈസ് ദി ലോർഡ്. എരിവോടെ ഞങ്ങൾ പല സഭകളും പോയിട്ടുണ്ട്, പോകാറുള്ളതുകൊണ്ട് കൃപയാ സ്തോത്രം. പലയിടത്തും കാണുന്ന ഒരു കാര്യമാണ്, വെള്ളിയാഴ്ച പ്രാർത്ഥന മീറ്റിങ്ങിലെ ആൾ ഇല്ല, ഞായറാഴ്ച വന്ന് വലിയ കൂട്ടങ്ങളാണ് കൂടുന്നത്. സ്തോത്രം. ബാബുചിനിയും പാസ് IPC ബാബുചിൻ പാസ് എപ്പോഴും പറയുന്ന കാര്യമാണ്, കൂട്ടായ്മയിലുള്ള ശക്തിയല്ല, കൂടെ നടക്കുന്ന ശക്തി ആവശ്യം. കൂട്ടായ്മയിലെ ശക്തി എളുപ്പമാണ്. എല്ലാവരും കൂടി 100 പേര് കൂടി വരുമ്പോൾ അവിടെ ആത്മശക്തി വ്യാപരിക്കും, കാര്യങ്ങൾ നടക്കും. പക്ഷേ അതല്ല, അത് വിട്ടുപോകുമ്പോൾ, ഹാളിൻ്റെ പടി വിട്ടുപോകുമ്പോൾ, ഗേറ്റ് വിട്ടുപോകുമ്പോൾ പിശാച് പുറത്ത്. മാത്രമല്ല, ഞാൻ പറയുന്ന പിശാച് അകത്തന്നെ നിൽപ്പുണ്ട്. സ്വർഗത്തിൽ അവന് പോകാൻ പറ്റിയെങ്കിൽ പിന്നെ ഇവിടെ എന്താ പ്രശ്നം? അവൻ അകത്ത് ഇരുന്നുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ കാണിക്കുന്നെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അവൻ പറയുന്ന, നീ വാടാ, അല്ലെങ്കിൽ എന്നോടും പറയും, രാകേഷ് നീ പുറത്തേക്ക് വാ, ഞാൻ നിനക്ക് വേണ്ടി ഒരു കെണി
വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഞാൻ നിനക്കൊരു കവടം വെച്ചിട്ടുണ്ട്, അത് നീ മനസ്സിലാക്കുമോ? അത് മനസ്സിലാക്കണമെങ്കിൽ ആത്മാവ് ജീവിച്ചാലേ, ആത്മാവ് നടന്നാലേ, ആത്മാവിൻ്റെ കൂടെ നടന്നാലേ മനസ്സിലാക്കുള്ളൂ. ഇവിടെ പത്രോസ് പറയാണ്, സ്തോത്രം, ആ 2 കർത്തദാസന്മാർ പറയാം. അപ്പോൾ ഈ വെള്ളം കുടിക്കുക, ഈ ലോകത്തിൻ്റെ ചിന്തകൾ നമ്മളെ കൂടുതൽ ഭരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ക്യാമ്പ്, ഈ വർഷം ഓണത്തിന് നടന്ന AGDM ചർച്ചകോണ ക്യാമ്പുകളിൽ പ്രസംഗിച്ച ദേവദാസൻ പറയാണ്, 2 ക്യാമ്പിലും ഒരേ ആവശ്യം പറയാം. കുഞ്ഞുങ്ങളോട് പറയാണ്, എനിക്കും അറിയുന്നത് അറിയാം, എല്ലാവർക്കും എന്താ, ചെറുപ്രായത്തിൽ തന്നെ നീ വലിയവനാകും. ഒന്ന്. രണ്ടാമത്, നീ ഇവിടെ ഒന്ന് നിൽക്കേണ്ടവനാ, നീ പറന്നു പോവും. മഞ്ഞ് വീഴുന്ന രാജ്യം ദേ ഇവിടെ കാശ്മീരിലുണ്ട്. അങ്ങോട്ടാരും മക്കളെ അയക്കില്ല. പിന്നെ അയക്കുന്നതോ മഞ്ഞ് വീഴുന്ന രാജ്യം, ഇന്ത്യ വിട്ടുള്ള കാര്യം. സ്തോത്രം. അപ്പോൾ അവിടെയാണ് അനുഗ്രഹം എന്നുള്ള ഒരു വ്യാജമായ പഠിപ്പിക്കൽ മാത്രമല്ല, ഞാൻ പറയും പൈശാചികമായ ഒരു ചിന്താഗതി. സ്തോത്രം. മാത്രമല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഞായറാഴ്ച സഭയിൽ പോയപ്പോൾ അവിടെ സഭയിൽ ചോദിച്ചേ, ആദ്യമായിട്ട് അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത്, സ്തോത്രം, നമ്മളൊക്കെ അനുഗ്രഹം പറയുന്ന ഗൾഫിൽ പോകണം, ദുബായി പോകണം, അല്ലെങ്കിൽ അമേരിക്ക പോകണം, അല്ലെങ്കിൽ ഓസ്ട്രേലിയ പോകണം. അപ്പോൾ അവിടെയുള്ള സായിപ്മാരെ എങ്ങോട്ട് പോകും അനുഗ്രഹത്തിന് വേണ്ടി? അവിടെയുള്ളവർക്ക് ഈ ദൂതുണ്ടല്ലോ. അപ്പം അവർക്കുള്ള അനുഗ്രഹം എവിടെയാണ്? നമ്മൾ പറയുന്നത് നമുക്കുള്ള അനുഗ്രഹം മറ്റുള്ള രാജ്യങ്ങളാണ്. അപ്പം മറ്റുള്ള രാജ്യക്കാർക്കുള്ള അനുഗ്രഹം എവിടെയാണ്? സ്തോത്രം. കൊല്ലം ഷബീൻ എന്ന് പറഞ്ഞ പാസ്റ്റർ പറയാറുണ്ട്, ഗൾഫിൽ പോകുന്ന ദേവദാസന്മാർക്ക് താനും പോയിട്ടുണ്ട്, താൻ പറയും. പക്ഷേ ആദരപൂർവ്വം ഞാനിന്ന് അത് പറയാം, കടമെടുക്കുകയാണ് പറയാം. അവിടെയുള്ള മുസ്ലിങ്ങളുടെ, അള്ളാഹുവെന്ന് വിളിക്കുന്ന മുസ്ലിങ്ങളുടെ കീഴ് ജോലിക്കാരെ പോയി, സ്വത്രം, അവിടെ നമ്മുടെ സഹോദരന്മാരും പാസ്റ്റർമാരും കീഴ് ജോലിക്കാരായി പോകുന്നത്, അവരെ ജോലിയിൽ നിന്ന് കിട്ടുന്ന ദശാംശമാണ് ഇവിടെ നിന്ന് പോകുന്ന വിസിറ്റിംഗ് പാസ്റ്റർമാർക്ക് കിട്ടുന്നത്, അല്ലേ? അപ്പോൾ അള്ളാഹുവിനെ സേവിക്കുന്നവന് അവന് കിട്ടുന്ന ശമ്പളം, ആ ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന അവൻ്റെ ഒരു അംശം കിട്ടുന്നുള്ളൂ. ആ സ്ത്രീ പറഞ്ഞാൽ നുറുക്ക് മാത്രം കിട്ടുന്നുള്ളൂ. ആ നുറുക്ക് 1 കോടിയൊക്കെ ആയിരിക്കും. പക്ഷെ അപ്പോൾ അവരെ ആ 1 കോടിയിൽ നിന്ന് ലഭിക്കുന്ന ഒരു ദശാംശമാണ് പല പാസ്റ്റർമാർക്കും അവർക്ക് പോകാൻ ഇഷ്ടംപോലെ പാസ്റ്റർമാർക്ക് പോകാണല്ലോ. അപ്പോൾ എല്ലാവർക്കും കൊടുക്കുന്നത്. അപ്പോൾ താൻ ചോദിക്കുന്നത്, എൻ്റെയും ചിന്തയിൽ, സ്തോത്രം, അപ്പോൾ അള്ളാഹുവിനെ സേവിക്കുന്നവന് അത്രയും അനുഗ്രഹം കിട്ടുന്നുണ്ടെങ്കിൽ ആ അനുഗ്രഹം മേടിച്ചിട്ടാണോ ഞാൻ വരേണ്ടത്? സ്തോത്രം. ഞാൻ എത്ര ശുശ്രൂഷിച്ചാലും എനിക്ക് ലഭിക്കുന്ന ദിനാറ് അവൻ സേവിക്കുന്ന അവൻ്റെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം. സ്തോത്രം. ഇസ്രായേൽ മക്കൾക്ക് ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ബലം, മാത്രം അന്ധവിശ്വാസം പിന്നീട് തീർന്നെങ്കിൽ തന്നെ ഒരു കാര്യം, ദൈവം പറഞ്ഞു, ഞാൻ നിന്നെ ആക്കി വെച്ച ദേശത്ത് അനുഗ്രഹിക്കും. അതുകൊണ്ടാണ് ശമരിയ ദേശം തന്നെ വരുവാൻ കാരണം എന്താണ്? അവർ ആ അതിർത്തി കടന്ന് വേറെ രാജ്യത്ത് പോകാൻ അവർ ശപിക്കപ്പെട്ടു എന്നാണ് പറയുന്നത്. സ്തോത്രം. ഇസ്രായേൽ വിട്ട് വേറെ ദേശത്തേക്ക് പോയി അനുഗ്രഹത്തിന് വേണ്ടി ഓടുന്നവനെ എന്തു പറയും? ശപിക്കപ്പെട്ടവെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ശമരിയ എന്നൊരു ദേശം വന്നത്. ശമരിയക്കാരെ ഇസ്രായേലാണ്, പക്ഷെ അവരെന്ത് ചെയ്തു? ജാതികളായിട്ട് ഇടകലർന്നു. അവർ പണത്തിന് വേണ്ടി അല്ലെങ്കിൽ വലിയൊരു പദവിക്ക് എന്ത് ചെയ്തു? അവർ മറ്റു രാജ്യങ്ങളിൽ പോയി സഹായം തേടി. യഹോവ ആശ്രയമായിരിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ, അവന് കുടുംബം ഭാഗ്യമുള്ള, ആ സഭ ഭാഗ്യമുള്ളത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഞാൻ പലപ്പോഴും കർത്താവിനെ പ്രാർത്ഥിച്ച കാര്യം, കർത്താവ് ആലുവയിൽ എന്നെ നിർത്തുകയാണെങ്കിൽ ആലുവക്കാരായ കോടീശ്വരന്മാരുണ്ട്, അതിലെല്ലാവരും വേണമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ ഒരുവൻ മതിയല്ലോ, ആ ഒരുവൻ മതി. അവന് കിട്ടുന്ന ബിസിനസ്സിൻ്റെ 1 കോടി, മാസം കിട്ടുന്ന 1 കോടിയിൽ അവൻ എനിക്ക് ദശാംശം തന്നാൽ എൻ്റെ സഭയ്ക്ക് പണിയാനുള്ള കാര്യം നടക്കും. പിന്നെ എന്തിനാണ് ഞാൻ ഗൾഫിൽ പോകുന്നത്, അമേരിക്കയിൽ പോകുന്നത്? ഞാൻ എന്തിനാ ബന്ധപ്പാട്? നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. സ്തോത്രം. പത്രോസ് പറയുന്ന ഒരു വാക്യം, 3-4 വാക്യം, 3-4 വാക്യങ്ങൾ. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മളെ ഇപ്പോൾ ഇന്ന് പകലും ഈ 6-ാം തീയതി, ഒക്ടോബർ 6-ാം തീയതി കർത്താവിന് ശബ്ദം കേൾപ്പിച്ചാണ് വിളിച്ച് എഴുന്നേൽപ്പിച്ചത്. ദൈവമക്കളെ, എൻ്റെയും നിങ്ങളുടെയും ബലം കൊണ്ടല്ല, നമ്മുടെ അലാം വെച്ചിൻ്റെ ശക്തി കൊണ്ടല്ല, ഭർത്താവ് ഭാര്യനെ വിളിച്ചുകൊണ്ടല്ല, പിന്നെ അത് മുഖാന്തരം. പക്ഷെ സർവശക്തനായ ദൈവത്തിൻ്റെ അവിശുദ്ധ വിളി, അവനെ പരമവിളിയാൽ നമ്മൾ ഇന്ന് പകൽ വിളിച്ചുകൊണ്ടാണ് നാം എഴുന്നേറ്റത്. മാത്രം അവൻ നമുക്ക് തന്ന ഇത്രത്തോളം ബലം, ഇത്രത്തോളം പൂർണ്ണ ആരോഗ്യം ഞാൻ പറയത്തില്ല, സ്തോത്രം, കാരണം എനിക്ക് അത്രയും ഇല്ല. പക്ഷെ കൃപയാൽ ഒരു ദിവസം നടത്തുന്നു. അന്നുള്ള ആഹാരം, അന്നുള്ള കൃപ, അന്നുള്ള ആരോഗ്യമാണ് അവൻ്റെ ഉറപ്പ്. കർത്താവ് തന്ന വാഗ്ദത്തം നിന്നെ എല്ലാ നാളും നടത്തുന്നല്ല, എല്ലാ നാളും നടത്തും, പക്ഷേ എന്നും ഒരേ ആരോഗ്യത്തോടല്ല. ക്ഷീണിച്ചു പോകും. പക്ഷെ ക്ഷീണിക്കുമ്പോൾ ഞാൻ നിന്നിൽ എൻ്റെ കൃപ പകരും, ഞാൻ നിന്നിൽ എൻ്റെ ആത്മശക്തി പകരും. പക്ഷെ അവന് മുമ്പിൽ ഞാൻ ഇരിക്കണം, അവന് കൂടെ ഇരിക്കണം. സ്തോത്രം. അവനോട് കൂട്ടായ്മ, അതാണ് നഷ്ടപ്പെട്ടു പോയത്. ആദാം ഹവ്വയ്ക്ക് നഷ്ടപ്പെട്ടു പോയത് എന്താ? ഒരു അനുസരണ നിമിത്തം, ഒരു അനുസരണക്കേട് നിമിത്തമാണ് പാപം വന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അനുസരിച്ചാലേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റുള്ളൂ.
പ്രൈസ് ദി ലോർഡ്. അതിലൊരു വാക്യം ഇത് മാറ്റണ്ട. എബ്രായർ 5:8 അവിടെ പറഞ്ഞ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യം അപ്പോസ്തലൻ പൗലോസ് ആത്മാവിൽ പറയാണ്. എബ്രായർ 5:8 പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ചു. മതി, സ്തോത്രം. താങ്ക് യു. ബൈബിൾ വായിച്ചു തരുന്ന ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ പുത്രനെങ്കിൽ, ദൈവത്തിന് പുത്രനെങ്കിലും ഈ ആകാശം ഭൂമി നമ്മളെ സൃഷ്ടിച്ചവനെങ്കിലും വചനം പറയുന്നു അവൻ, അതേ പുത്രനെങ്കിലും അവൻ താൻ സഹിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ചു. അപ്പോൾ അനുസരണം പഠിക്കണമെങ്കിൽ എന്ത് വേണം? കഷ്ടം വേണം. വീടില്ലാത്തവർക്ക് വീട് കിട്ടുന്നത് നല്ല കാര്യം. മക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് അമേരിക്കയൊക്കെ പോകുന്ന നല്ല കാര്യമാണ്. ആര് കഷ്ടപ്പെട്ടവർക്ക് ഒരു അനുഗ്രഹമാണ് അവിടെ പോകുന്നത്. പ്രൈസ് ദി ലോർഡ്, തെറ്റല്ല. പക്ഷേ അതിനു വേണ്ടിയുള്ള ആർത്തി, ഭക്ഷണം ഉണ്ടായിട്ടും പിന്നെ ആർത്തിയാണ് എന്നറിയാം. അവിടെ അതിന് എത്ര പേര്, എനിക്ക് പാസ്റ്റർമാരാകട്ടെ, സോറി അതും പറയാം, പാസ്റ്റർമാരായിക്കോട്ടെ, അപ്പോൾ പിന്നെ ദൈവമക്കളും ചെയ്യുമല്ലോ, ദൈവമക്കളും ചെയ്യും. എന്ത് ചെയ്യുന്നത്? ലോൺ എടുത്തിട്ട് ഉള്ള കിടപ്പാടം, ദൈവം കൃപയായി കൊടുത്ത കിടപ്പാടം ദൈവത്തോട് ചോദിക്കാതെ വീണ്ടും കൂടുതൽ അനുഗ്രഹത്തിന് വേണ്ടി ഈ കിടപ്പാടം വിറ്റ്, അല്ലെങ്കിൽ അത് ലോൺ വെച്ചിട്ട്, അല്ലെങ്കിൽ ഈട് വെച്ചിട്ട് ലോൺ എടുത്ത് പോകുന്ന അനുഭവം. സ്വന്തം പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി തീരുവാൻ ആ മനുഷ്യൻ പറയുകയാണ്, എനിക്ക് നിൻ്റെ ആലയമാണ് ഏറ്റവും വലുത്, ആലയത്തിൽ വസിക്കുന്നതാണ് ഏറ്റവും വലുത്. ഏത് രാജാവ് പറയാം. സ്വന്തം. അപ്പോൾ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അവൻ അനുസരണം പഠിച്ച് തന്നെ പിൻപറ്റുന്ന നമുക്ക് ഒരു മാതൃക കാണിച്ചു തന്നു. അപ്പോൾ കഷ്ടം വരുമ്പോൾ അയ്യോ കർത്താവേ അല്ല, വേണ്ടെന്നല്ല, ഈ കഷ്ടതയിൽ ഞാൻ ജയിക്കും, ഞാൻ മതിൽ ചാടി കടക്കും. എങ്ങനെ? അങ്ങയുടെ കൃപയാൽ, അങ്ങയുടെ ആത്മശക്തിയാൽ ഞാനും എൻ്റെ കുടുംബം ചെയ്യും. സ്തോത്രം. പത്രോസിലേക്ക് വരാം. തൻ്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്താൽ അവൻ്റെ ദിവ്യശക്തി നൽകിയിരിക്കുന്ന ഉദ്ദേശമുണ്ട്. എന്തുവരെ? ആരംഭിച്ച മുതൽ അവസാനം അറിയുന്നവൻ, നമ്മുടെ ആരംഭത്തെങ്കിൽ തന്നെ അവസാനം അറിയുന്നവനെ നമ്മളെ അവസാനിപ്പിക്കണം. നാം മാത്രമല്ല, ഈ സഭയിലായിരിക്കുന്ന ഓരോ രജിസ്റ്ററിലുള്ള നിങ്ങളുടെ സഭ രജിസ്റ്ററിലുള്ള ഓരോ പേരും, ഓരോ വിശ്വാസിയും, ഓരോ കുടുംബവും അവരുടെ വിശ്വാസ ജീവിതം നയിക്കണം. അല്ല അവിടെ എത്തിക്കണം. സ്തോത്രം. നമ്മൾ കുറച്ച് പേർ മാത്രമല്ല, വെള്ളിയാഴ്ച വരുന്നവർ മാത്രമല്ല, പിന്നെയോ മറ്റുള്ളവരും കൂടി. സ്തോത്രം. എൻ്റെ കാഴ്ചപ്പാട് അവരെല്ലാം പിന്മാറി, എല്ലാ സഭകളും പിന്മാറിപ്പോയി. കാരണം ഞാൻ ഇന്ന് ജോലിക്ക് പോയാലേ, എൻ്റെ മക്കൾ പഠിച്ചാലേ, പരീക്ഷ എഴുതിയാലേ അത് പോവുള്ളൂ. കാരണം സഭയിൽ ഒരു പ്രാർത്ഥന നമുക്ക് വലിയ പ്രാധാന്യം ഇല്ലാത്തൊരവസ്ഥയായി. ഞാൻ സഭയിൽ വന്നാൽ പാസ്റ്ററുടെ സാന്നിധ്യത്തിൽ ദൈവമക്കളെ ആ കൂട്ടായ്മയിൽ ഒരു ശക്തി വ്യാപരിക്കും. ആ ശക്തി മതി എനിക്ക് പരീക്ഷ ജയിക്കുവാൻ കാരണമായി തീരുവാൻ. അല്ല, ഞാൻ ജോലിക്ക് ഇന്ന് ഹാഫ് ഡേ എടുത്താൽ അത് നിമിത്തം കർത്താവ് എന്നെ സഹായിക്കും, അനുഗ്രഹിക്കും. ആ വിശ്വാസം വിട്ടുപോയി. ആരോ പ്രാർത്ഥിച്ച് പറഞ്ഞു, ഞാൻ വരുവോളം, ദേവദാസനാണ് സ്തോത്രം, കർത്താവ് താൻ പറഞ്ഞു ഞാൻ വരുവോളം, അല്ലെങ്കിൽ മനുഷ്യപുത്രൻ വരുവോളം വിശ്വാസം പോയി. പ്രൈസ് ദി ലോർഡ്. എനിക്ക് വിശ്വാസമില്ല. ഞാൻ ഇന്ന് ജോലിക്ക് ഹാഫ് ഡേ എടുത്ത് ഞാൻ വീട്ടിലിരിക്കല്ല, ഞാൻ ഇവിടെ സഭയിൽ വന്നാൽ കർത്താവ് പ്രവർത്തിക്കുന്ന വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. സഭയുടെ ഒരു മാസത്തിന് അല്ല, എല്ലാ മാസം നടക്കുന്ന 3 ദിവസം ഉപവാസ പ്രാർത്ഥന, സഭയുടെ മാസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പരീക്ഷ ആണെങ്കിൽ ആരും വിടത്തില്ല. എവിടെ വിടത്തില്ല? പ്രാർത്ഥനയ്ക്ക് വിടത്തില്ല, വീട്ടിലിരുന്ന് പഠിക്കാൻ പറയും. സ്തോത്രം. കാരണം എന്താണ്? ഇവിടെ വന്ന ആ 3 മണിക്കൂർ നഷ്ടമാവെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. സഭയുടെ ഉപവാസ ആകെ മാസത്തിൽ 3 ദിവസം ഉള്ളൂ, അതുപോലും നഷ്ടമാക്കിയിട്ട് പഠിക്കുന്ന അനുഭവം. അവർ ഫസ്റ്റ് മേടിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ചോദ്യം, അവരെങ്ങനെയാണ് ഫസ്റ്റ് മേടിക്കുന്നത്? അവരെങ്ങനെ റാങ്ക് മേടിക്കുന്നത്? കർത്താവ് പറയും ഞാനല്ല, അല്ലേ? സഭയെ വരാതെ സഭയുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുക. കൂട്ടായ്മയുടെ ശക്തി, കൂട്ടായ്മയുടെ അവിടെ അന്ന് പ്രഘോഷിപ്പിക്കുന്ന വചനം, അത് ജീവന വചനം, അതെനിക്ക് ഓർമ്മശക്തി നൽകും. അല്ല മാത്രമല്ല, എനിക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ ചോദ്യങ്ങളാണ് കർത്താവ് എനിക്ക് നൽകാൻ പോകുന്നത്. എന്തിനു വേണ്ടി? എന്തുകൊണ്ട് ഞാൻ ഇവിടെ വന്നുകൊണ്ട് ഞാൻ 3 ദിവസം വന്ന് ഉപവസിച്ച് ഉപവാസത്തോടെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് ഇരിക്കുമ്പോൾ അതിൻ്റെ ശക്തി ഇരട്ടിയാ ദൈവമക്കളെ. സ്തോത്രം. ഇത്രത്തോളം കർത്താവ് അവരെ സഹായിച്ച് അനുഗ്രഹിച്ചെങ്കിൽ, യഥാർത്ഥമായി അവർ വന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ച് ആത്മശക്തി ഏറ്റെടുത്ത് അവർ ജീവിച്ചിരുന്നുവെങ്കിൽ, അവർ പഠിച്ചിരുന്നുവെങ്കിൽ, അവർ ജോലിക്ക് വേണ്ടി നോക്കിയിരുന്നുവെങ്കിൽ, കർത്താവ് എത്രത്തോളം അവർ ഉയർത്തേനെ. അവർ നിമിത്തം എത്ര പേര് വിശ്വാസത്തിലേക്ക് വന്നേനെ. ഇവിടെ കൂടെ പഠിക്കുന്ന കൂട്ടുകാരൻ പോലും വരത്തില്ല. സ്തോത്രം. കൂട്ടുകാരി പോലും വരത്ത. പിന്നെ കമ്മനമാല, പെൺമക്കൾക്ക് കമ്മനമാല ഇല്ലാത്തതുകൊണ്ട് എല്ലാവർക്കും അറിയും പെന്തക്കോസ്താണ്. ആണുങ്ങൾക്കോ? അപ്പോൾ തൻ്റെ ദിവ്യശക്തിയാൽ, വായിച്ചോ, ദിവ്യശക്തിയാൽ
അത് ജീവനും ഭക്തിക്കും എല്ലാം കർത്താവ് ദാനമായി തന്നിരിക്കുക. തൻ്റെ ദിവ്യശക്തിയാൽ നമുക്ക് ആവശ്യമുള്ളത് ജീവനും ഭക്തിക്കും എല്ലാം കർത്താവ് ദാനമായി തന്നു. വായിച്ചോ. ആ ആ ഇടവരുന്ന എന്താണ്? കൂട്ടാളിയ ദിവ്യ സ്വഭാവം. അപ്പോൾ ദിവ്യ ശക്തി തന്നത് വെറും അത്ഭുത അടയാളം ചെയ്യാൻ വേണ്ടിയല്ല, ദിവ്യ സ്വഭാവത്തിന്. നേരത്തെ പാസ്റ്റർ ആൻ്റണി പാസ്റ്റർ പറഞ്ഞ പോലെ ആ സ്നേഹം, ആ എളിമ, മാത്രമല്ല ആ മനസ്സറിവ്, ദയ, പരോപകാരം ചെയ്യുവാൻ ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർക്കാൻ വേണ്ടിയാണ് ദിവ്യശക്തി തന്നത്. അതിനുവേണ്ടി നമ്മൾ ദൈവസഭയിൽ ആക്കി വെച്ചത്, അതിനുവേണ്ടി ആ കർത്തദാസന്മാർ നമുക്ക് നൽകിയത്, അതിനുവേണ്ടി ആ കൂട്ടാളിയായി അല്ലെങ്കിൽ ആരാധിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, തമ്മിൽ ഭാരം ചുമപ്പാൻ അത് നമുക്ക് കുടുംബങ്ങളെ, സഹോദരി സഹോദരന്മാരെ തന്നത്. എന്തിനു വേണ്ടി? ആ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയായി തീരുക. പ്രൈസ് ലോർഡ്. ഇന്ന് നേരത്തെ ദേവദാസൻ ആദ്യമേ ഓർപ്പിച്ച പോലെ നാം ഇഷ്ടംപോലെ ഇവിടെയല്ല, എല്ലാ സഭകളും 50 വർഷമായ അല്ലെങ്കിൽ 100 വർഷമായ സഭകൾ എത്രത്തോളം അവർ പ്രസംഗം കേട്ടിട്ടുണ്ടോ? ഇവിടെ 1000 ആണെങ്കിൽ 50-60 വർഷമായിട്ടുള്ള സഭകളിലുള്ള ദേവദാസന്മാരുടെ മക്കൾ, കൊച്ചുമക്കൾ 4 തലമുറയൊക്കെ അവർ 1000-ന് കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താണ് മാറ്റം വരാത്ത? ആ ദിവ്യശക്തിക്ക് വേണ്ടി കീഴ്പ്പെട്ടില്ല. എന്തിനു വേണ്ടി? ദിവ്യ സ്വഭാവമായി തീരുവാൻ. സ്വത്രം ഇന്ന് പകൽ ഹല്ലേലൂയ. കർത്താവിൻ്റെ ആത്മാവ് നമ്മളതിനെ സഹായിക്കും, ബലപ്പെടുത്തുകയും ചെയ്യട്ടെ. നമ്മളിൽ അത് നമ്മളിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റത്തിനായി സ്തോത്രം. അത് ഇനിയും ഹല്ലേലൂയ കർത്താവ് കൂടുതലായി ചെയ്യുക തന്നെ ഉള്ളൂ. അതിനുവേണ്ടി കർത്താവിൻ്റെ ആത്മാവ് ദൈവസഭയെ സഹായിക്കും, അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. സമയം നൽകിയ കർത്തദാസന്മാരോടും സഭയോടും അതുപോലെ സഹോദരനോടുള്ള നന്ദി അറിയിച്ചു കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തിൽ സൂചിച്ചട്ടെ. നല്ലൊരു സന്ദേശം നമുക്ക് വചനത്തിലൂടെ ദൈവദാസന്മാരെ 3 കർത്തദാസന്മാരെ കൂടെ കേൾക്കുവാൻ ഇടയായിത്തീർന്നു. ഓർത്ത് നമുക്ക് സൂചിച്ചട്ടെ. ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഞാൻ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അതിൽ ഉള്ളിലത്തെ ചില കാര്യങ്ങൾ കർത്തദാസന്മാരുടെ കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. നല്ല ആലോചന കർത്താവ് നൽകി തന്നു. സ്തോത്രം. കേൾക്കാൻ പോരാ, വചനപ്രകാരങ്ങൾ ഒരുങ്ങാം. അതിനുവേണ്ടി നമുക്ക് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഒരുങ്ങി കർത്താവിൽ നിന്ന് ഒരുങ്ങി പ്രാർത്ഥിച്ച് മുന്നേറാം. പ്രൈസ് ദി ലോർഡ്. കർത്തദാസന്മാരെ അനേക കാര്യങ്ങൾ നമ്മുടെ ആത്മീയതയിലേക്ക് നടക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാവരും പിന്മാറി എല്ലാ കാര്യങ്ങൾക്കും പുറകോട്ട് പോകുന്ന കാര്യം ദൈവത്തിൻ്റെ സന്നിധിക്ക് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചു മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടത്തിലാണ്. എൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം പഠിക്കേണ്ട രീതിയിൽ പഠിക്കാത്തതുകൊണ്ട്, ഗ്രഹിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് എല്ലാവരും വഴിതെറ്റി പോകുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് വചനപകരം ഒരുങ്ങാം. വചനത്തിന് വേണ്ടി നമ്മൾ സമർപ്പിക്കാം. ദൈവം നമ്മളെല്ലാവരും സഹായിക്കട്ടെ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്തോ ഒരു പാട്ടുപാടി നമ്മുടെ ഭാഗ്യയിലേക്ക് അവസാനിക്കാനായിട്ടായിരുന്നു. ആയിരിക്കുമ്പോൾ അല്ലെങ്കിൽ കടന്നു വന്ന് നമ്മുടെ സഭയിൽ ചേർന്ന് വരുവാൻ പ്രവർത്തിക്കുന്ന ആത്മാവിൽ വിളിക്കപ്പെടുക, സ്വന്തമായ സ്ഥലവും ആലയവും ദൈവം നമുക്ക് ഒരുക്കി തരുവാൻ പ്രാർത്ഥിക്കുക. ഇവിടെ ഈ സ്ഥലം ലഭിച്ച മുതൽ നാൾ മുതൽ പ്രാർത്ഥിക്കുന്ന ഒരു പുതിയ അനുഭവത്തോടെ വിശ്വാസത്തോടെ വിശ്വാസം വർദ്ധിപ്പാൻ നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കുവാൻ അതിനുവേണ്ടി നമുക്ക് അതിന്റെ ദൈവദാസനിൽ കേൾക്കുന്നവരെ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ നമ്മുടെ കണ്ണുകളടക്കിയ നിത്യസ്നേഹത്തോടുകൂടാൻ ഞങ്ങൾക്ക് നല്ല സ്വർഗീയ പിതാവേ വീണ്ടൊരിക്കലൂടെ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ മഹത്വത്തിൽ ഇവിടെ വെളിപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. കൊടുത്തുള്ള ശുശ്രൂഷകൾ കർത്താവെ പ്രാർത്ഥിച്ച് വന്നിട്ടുള്ള ആ വെളിപ്പാടിൽ നിന്ന് അവർക്ക് ദൈവം ആ ശുശ്രൂഷയെ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ വചനങ്ങളെ ഞങ്ങൾ ആലോചനകൾ കർത്താവെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സഭയ്ക്ക് ഒരു വിടുതലായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങൾക്ക് വിടുതലായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വരുന്ന ഓരോരുത്തർക്കും വിടുതലായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ അത്ഭുതം പ്രവർത്തിക്കുന്ന കർത്താവിന്റെ കരങ്ങൾ ഏൽപ്പിക്കുന്ന നാം തന്നെ ആദ്യമായി സംസാരിക്കും. 11:45 വരെ സംസാരിക്കും. അത് കഴിഞ്ഞ് വർഷം നമ്മുടെ മധ്യമുണ്ടല്ലോ 12:15 വരെ പിന്നെ ദൈവദാസൻ സംസാരിക്കും. തുടർന്ന് സീപമാസങ്ങളോട് സംസാരിക്കും. എല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കും. ഒന്നുകൂടി സ്തോത്രം ചെയ്യാം. Praise the Lord.
അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭായോഗത്തിൽ ഞങ്ങൾക്ക് കുടുംബമായി ഇന്ന് നിങ്ങളൊപ്പം ആയിരിക്കാൻ കർത്താവ് നൽകിയ കൃപയോർത്ത് സാവകാശോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ ദിവസങ്ങളെല്ലാം കർത്താവ് ഞങ്ങളെയും കുടുംബമായി ഉള്ളങ്കയിൽ വഹിച്ച് പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. യുദ്ധത്തിലേക്ക് നമ്മൾ വായിക്കുന്ന പോലെ വീടാതോളം നമ്മളെ സൂക്ഷിച്ച് തൻ്റെ മഹിമാസന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തിൽ നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള ഈ കർത്താവിനെ അറിയുവാനും പിൻപറ്റുവാനും ആ കർത്താവിനെ മേലിലായിരിക്കാൻ കർത്താവിനോട് കാണിച്ച കരുണയും ദയോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഈ 2023 വർഷം ഒക്ടോബർ മാസത്തിൻ്റെ 8-ാം ദിവസം വരെ കർത്താവ് നിങ്ങളോടുകൂടെ ഞങ്ങളെ ഈ ഭൂമിയിൽ ആക്കി വെച്ച് കർത്താവിൻ്റെ അവിശ്വസയും അവൻ്റെ ദയം നമ്മുടെ ജീവിതം അനുഭവിപ്പാൻ കർത്താവ് നമ്മളെല്ലാവരോടും കാണിച്ച കരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്ന പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനകൾ പാടിയ പാട്ടിൽ സ്തോത്രം മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഓർക്കുന്ന ഒരു കാര്യമാണ് സ്തോത്രം. വചനം പറയുന്ന പോലെ ഇസ്രായേൽ പരിപാലകൻ മയങ്ങാത്തവനായി ഉറങ്ങാത്തവനായി ഇന്നലെ രാത്രിയും നമ്മളെ കർത്താവ് കാത്തു പരിപാലിച്ചു. പകൽ സമയങ്ങൾ മാത്രമല്ല, നാം ഞാൻ പറയാം കൂർക്കം വലിച്ച് നാം ഉറങ്ങുമ്പോൾ അത് കൂർക്കം വലിക്കാൻ നമുക്കറിയില്ല, അടുത്തുള്ള ഭാര്യ ഭർത്താവിനോ അല്ലെങ്കിൽ മക്കൾക്ക് അറിയുള്ളൂ. എന്നാൽ ആ കൂർക്കം വലിയിൽ സ്തോത്രം എൻ്റെ മകൻ എൻ്റെ മകൾ അധ്വാനിച്ച് സ്വസ്ഥമായി കിടന്നോട്ടെ എന്ന് കർത്താവ് സ്തോത്രം വിചാരിച്ച് നമ്മുടെ കട്ടിലിൻ്റെ അടുത്ത് വന്ന് ഇരുന്ന് ഓരോരുത്തരും കട്ടിൽ വന്ന് ഇരുന്ന് അത് ആശ്വാസം നൽകിക്കൊണ്ട് സ്വന്തം ഭയപ്പെടുന്ന അനുഭവങ്ങൾ ദേവദാസൻ ഓർപ്പിച്ച പോലെ യഹോവയെ ഭയപ്പെടും. പക്ഷേ യഹോവയെ ഭയപ്പെടാത്തതുകൊണ്ടാണ് ലോകത്തിൽ ഒത്തിരി അനർത്ഥങ്ങൾ സംഭവിക്കും. നമ്മളെ ഭയപ്പെടുത്തുന്ന അനുഭവങ്ങൾ വർദ്ധിച്ചു വരുന്നു. എന്നാൽ ഭയമില്ലാതെ കിടന്ന് അത് ഉറങ്ങുവാനും സ്തോത്രം പ്രൈസ് ദി ലോർഡ് അവൻ്റെ വിശുദ്ധ വിളിയാൽ വിളിയാൽ ഇന്ന് പകല് കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ വിളിച്ച് ഉണർത്തിയ വൻകൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ മൊബൈലിൻ്റെ അലാം വെച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചിട്ടല്ല, അത് മുഖാന്തരം. പക്ഷേ കർത്താവിൻ്റെ വിശുദ്ധ വിളി ആ വിളിയാൽ നമ്മളെ വിളിച്ച് ഉണർത്തിയ വൻകൃപയ്ക്കായി സ്തോത്രം. ആവശ്യമുള്ള ഈ 8-ാം തീയതി ജീവിക്കാൻ ആവശ്യമുള്ള ആരോഗ്യം നൽകിക്കൊണ്ട് കർത്താവ് നമ്മളെ ദൈവസഭയിൽ കൊണ്ടുവന്ന വൻകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പൂർണ്ണാരോഗ്യം ഞാൻ പറയത്തില്ല, അങ്ങനെ ഇവിടെ അങ്ങനെയുള്ള ആരെങ്കിലും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ 100,000 സ്തോത്രം പറയണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ പൂർണ്ണ ആരോഗ്യത്തോടെ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ സ്വന്തം ക്ഷീണിച്ചിരിക്കുന്ന അനുഭവങ്ങളാണ്. കർത്താവിന് കൃപയാണ്. കാരണം എന്താ? കർത്താവ് ക്ഷീണിപ്പിക്കുന്ന അവന് കൃപ പകർന്ന് അവൻ്റെ കൃപയാൽ ഞാൻ ജീവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും പറയും എൻ്റെ ബലം കൊണ്ട് എന്നിട്ടും നമ്മൾ പറയുന്നത് എൻ്റെ ബലം കൊണ്ട് പണം കൊണ്ട് ബുദ്ധി കൊണ്ട് ജ്ഞാനം കൊണ്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് എനിക്ക് വളരെ സന്തോഷം തോന്നി. വളരെ നാളുകൾക്ക് ശേഷമാണ് പാസ്റ്റർമാർ ഇത് ഞായറാഴ്ച സഭായോഗത്തിൽ പാസ്റ്റർമാർ ഇത്രയും അധികം 3 പേർ ഒപ്പം എനിക്കുമായിരിക്കാൻ കർത്താവ് നൽകിയ കൃപയോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. ഇടയ്ക്കൊന്ന് ഒരു മാസയോഗത്തിന് പ്രതീതിയാണോ എന്ന് ചിന്തിച്ചു പോയി. പാസ്റ്റർമാരിങ്ങനെ ഇരിക്കുമ്പോൾ ആൾ കുറവാണ്. ഇന്ന് മാസയോഗത്തിന് ആൾ പൊതുവെ കുറവാണ്, മാസയോഗങ്ങളിൽ ആൾ കുറവാണ്. എന്നാൽ പാസ്റ്റർമാരുടെ എണ്ണം സ്തോത്രം ആ ഒരു അനുഭവം എനിക്ക് ഉണ്ടായി. അതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. അനുഗ്രഹിക്കപ്പെട്ട എന്നിൽ വർഷങ്ങളോളം കർത്താവിനെ വേല ചെയ്ത് അധ്വാനിച്ച ദേവദാസന്മാരെയും അതുപോലെ ആൻറ്റിമാർക്കായി അല്ലെങ്കിൽ ഇവിടെ തൃശ്ശൂർ വിളിക്കുന്ന കൊച്ചമ്മയെന്ന ഞങ്ങൾ CSL ഇരിക്കുമ്പോൾ അച്ഛൻ്റെ ഭാര്യമാരെ വിളിക്കുന്ന കൊച്ചമ്മ അല്ലെങ്കിൽ മസ്കാമയാണ്. അങ്ങനെ ഇവിടെ വന്നപ്പോൾ മനസ്സിലായി ഇവിടെയും പാസ്റ്റർമാരെ ആൻറ്റിമാരെ ഭാര്യമാരെ വിളിക്കുന്ന കൊച്ചമ്മയാണ്. സ്വന്തം കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവമക്കളുടെ 2 കാര്യങ്ങൾ ഞങ്ങളെന്ന് പറയാനെങ്കിൽ ഞാൻ കാരണം കവർന്നു. ഒന്ന്, നിങ്ങളുടെ സാക്ഷരത സമയം ഞാൻ വന്നുകൊണ്ടും കവർന്നു പോയി, ഞാൻ അത് അപഹരിച്ചു, സോറി, ക്ഷമിക്കണം. രണ്ടാമത്തെ നിങ്ങളുടെ യൂത്ത് മീറ്റിംഗ് ഈ ആഴ്ച ഞങ്ങളുടെ കാരണം കൊണ്ട് അതിൽ ഞാനും പെട്ടിട്ടുണ്ട്. അതിനുവേണ്ടിയും ക്ഷമിക്കണം. പാർശ്വനിൽ അടുത്ത കർത്താവിന് വരെ താമസിച്ചാൽ അടുത്ത ആഴ്ച നമുക്ക് എന്തായാലും നടത്താം. സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കാൻ ബലപ്പെടുത്തി ചെയ്യട്ടെ. അതിനുവേണ്ടി കഴിഞ്ഞ ആഴ്ച മുതൽ നിങ്ങൾ ഒരുക്കത്തോടെ വന്നിരിക്കുന്ന എനിക്ക് നല്ലോണം അറിയാം. അപ്പോൾ ആ ഒരുക്കമെല്ലാം ഈ ആഴ്ച നഷ്ടപ്പെട്ടു പോയെന്ന് വിചാരിക്കേണ്ട. സ്തോത്രം. ഞങ്ങൾ കർത്തദാസന്മാർ ഉള്ളതുകൊണ്ട് അത് നിങ്ങൾക്ക് അനുഗ്രഹം തന്നെ ആയിരിക്കും. അടുത്ത ആഴ്ച ഞങ്ങളിൽ നിന്ന് കേൾക്കുന്ന വചനം കൂടി ചേർത്ത് ഒന്നും കൂടി ഞങ്ങളിൽ നിന്ന് അത് കർത്താവ് നൽകുന്ന അനുഗ്രഹങ്ങൾ അതും കൂടി ചേർത്ത് അടുത്ത ആഴ്ച ശക്തിയോടെ കർത്താവ് നിങ്ങൾ അതിനുവേണ്ടി ഉപയോഗിക്കും, സഹായിക്കുകയും ചെയ്യട്ടെ. ഇവിടുത്തെ പ്രവർത്തനങ്ങൾ ഇന്ത്യ ക്രിസ്ത്യൻ ചർച്ച് എന്ന ബോർഡ് ഒറ്റടിക്കാൻ വായിച്ചുള്ളൂ. അത് തന്നെ ഇന്ത്യ ക്രിസ്ത്യൻ ചർച്ച് അല്ലേ. കർത്താവ് ആ പ്രവർത്തനങ്ങളെയും ടോണി പാസ്റ്ററും കുടുംബത്തെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ജോയ് പാസ്റ്ററിനായി കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അതുപോലെ സ്റ്റീഫൻ പാസ്റ്റർ ഓർത്തും ആൻറ്റി ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവിൻ്റെ വേലയിൽ അങ്ങനെ കർത്താവിൻ്റെ സമയം വരെ ശക്തിയോടെ ഇനിയും കർത്താവിൻ്റെ ആത്മാവ് നമ്മളെ ഉപയോഗിക്കട്ടെ, ശക്തീകരിക്കട്ടെ. ഈ ദേശം ഇനിയും നേടാനുണ്ട് അല്ലേ പാസ്റ്ററെ? ഈ ദേശം ഇനിയും ഞങ്ങൾ കുറച്ച് പോയുള്ളൂ, 1-2 സ്ഥലത്ത് ഞങ്ങൾ പോയുള്ളൂ. പക്ഷേ ഞങ്ങൾക്ക് മനസ്സിലായത് സ്തോത്രം അത് പോരാ. വർഷങ്ങൾക്ക് മുമ്പേ ഇവരൊക്കെ ചെയ്ത പ്രവർത്തനങ്ങൾ കൊണ്ട് സഭ ആയി, പക്ഷേ ഇനിയും ധാരാളം അവിശ്വാസികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല
പിന്മാറിപ്പോയ ഒത്തിരി ദൈവമക്കൾ നമ്മൾ ഈ ചുറ്റുപാടി ബീച്ചിൽ പട്ടികാടിലുണ്ട്. സ്തോത്രം. അപ്പോൾ അവർ യഥാസ്ഥാനപ്പെടണം. മാത്രമല്ല രക്ഷിക്കപ്പെടാത്തവർ രക്ഷയുടെ അനുഭവത്തിൽ വരണം. അതിന് ദൈവസഭയുടെ ഉപവാസ പ്രാർത്ഥന അത് ദൈവസന്നിധി പ്രസാദമായി തീർന്ന് അത് കർത്താവ് ചില വൻ കാര്യങ്ങൾ പ്രൈസ് ദി ലോർഡ്. സംഗീതകാരൻ പറയുമ്പോൾ യഹോവ ഞങ്ങളിൽ യേശു ക്രിസ്തു ഞങ്ങളിൽ വൻ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് പറയാനും, മാത്രമല്ല ജാതികൾ പറയട്ടെ യഹോവ യേശു ക്രിസ്തു അവരിൽ വൻ കാര്യങ്ങൾ ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മളിൽ നടക്കുന്ന വൻ കാര്യങ്ങൾ അവർ കണ്ട് ദൈവത്തെ ഭയപ്പെടുവാനും യേശു ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെടുവാൻ അത് ഈ ദിവസത്തിലെ ഉപവാസ പ്രാർത്ഥന ഇനി തുടർന്ന് ഒരാഴ്ചത്തെ ഉപവാസ പ്രാർത്ഥന മുഖാന്തരമായി തീർക്കട്ടെ എന്നും കൂടി ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അതേ വേഗത്തിൽ 1-2 കാര്യങ്ങൾ ഓർപ്പിച്ച് ഞാൻ ഇരുപ്പാൻ ആഗ്രഹിക്കുകയാണ്. സ്വതന്ത്രം. എൻ്റെ പേര് രാകേഷാണ്. എൻ്റെ നാട് സ്വദേശം ആലുവ. ഭാര്യയുടെ പേര് റെനി, സ്വദേശം തിരുവല്ല. സ്വതന്ത്രം. 2020 വർഷം ഞങ്ങൾ വിവാഹം കഴിച്ചിട്ട് കർത്താവിൻ്റെ വേലയിൽ ആയിരിക്കാൻ കർത്താവ് സഹായം കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോസ്തലൻ പൗലോസ് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. രണ്ട് തെസ്സലോനിക്കർ 3-ന്റെ സമാധാനത്തിന് കർത്താവായവൻ അവൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകല വിധത്തിലും കർത്താവ് നിങ്ങളെല്ലാവരോടും കൂടെ പ്രൈസ് ദി ലോർഡ്. കർത്താവ് താൻ തന്നെ പറഞ്ഞ കാര്യം ലോക അവസാനത്തോടെ എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടി ഇരിക്കും. പൗലോസ് ആത്മാവിൽ സ്വന്തം പൗലോസിനോട് എഴുതിക്കുമ്പോൾ പൗലോസിനെ കൊണ്ടല്ല. ഞാൻ കുറച്ച് നാൾക്ക് ഞാനങ്ങനെ ചിന്തിച്ച് അങ്ങനെ എന്നെ ബൈബിൾ സ്കൂളിൽ പഠിപ്പിച്ചപ്പോൾ പൂർത്തീകരിച്ചില്ല. എങ്കിലും ബൈബിൾ സ്കൂളിൽ നിന്ന് ലഭിച്ച വിദ്യാഭ്യാസം മറ്റുള്ള കുറേ വർഷങ്ങളായിട്ട് കേട്ട പാസ്റ്റർമാരുടെ പ്രസംഗത്തിൽ നിന്ന് പൗലോസാണ് 14 ലേഖനങ്ങൾ എഴുതിയത്. ശരിയല്ല. 6 പൗലോസ് ചേർന്ന്, പൗലോസ് തീമോത്തിയോസിനോട് കൂടെ ചേർന്ന്, അല്ലെങ്കിൽ പൗലോസും തീമോത്തിയോസും സിൽവാനോസ്, അത് ഈ 2 ലേഖനം പൗലോസും സിൽവാനോസും തീമോത്തിയോസും എഴുതിയത്. പൗലോസ് ഒറ്റയ്ക്കല്ല. പക്ഷെ നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത് അത് ചെറിയ തെറ്റായ കാര്യമാണെങ്കിൽ തന്നെ പോട്ടെ, അതിന് തിരുത്താൻ പോകുന്നില്ല. അപ്പോൾ 14 8 പോയിട്ട് ബാക്കി 6 വേറെ മറ്റുള്ള ദേവദാസന്മാരുടെ കൂടെ. അപ്പോൾ ഐക്യത കാണിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, എഴുതിക്കാൻ കഴിവില്ലായിട്ടില്ല. പക്ഷെ പരിശോധന എന്ത് ചെയ്തു? 3 ആളെയും കൂടി പിടിച്ചു. വേറെ 2 പേരും കൂടി രണ്ടുപേരും കൂടി പിടിച്ചു. 2 പേരും ഒരേ ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്നവർ, ഒരേ ആത്മാവിനെ നയിക്കപ്പെടുന്നവരെ കൊണ്ട് പരിശുദ്ധാത്മാവ് അവരെ കൊണ്ട് എഴുതിച്ചു. അവരുടെ അനുഭവങ്ങൾ പൗലോസ് പറയാൻ എൻ്റെ അനുഭവം തന്നെയാണ് തീമോത്തിയോസിനെയും, വേറെ വ്യത്യാസമില്ല. ഞാൻ പ്രസംഗിച്ച പ്രസംഗം തന്നെയാണ് തീമോത്തിയോസിനുള്ളത്, അതന്നെ സിൽവാനോസിനും ഉള്ളത്. പക്ഷേ ഇത് മാറ്റുവാൻ പിശാചി ശക്തിയോടെ പ്രവർത്തിക്കുന്ന അന്ന്, ഏതന്ന് 2000 വർഷം പൗലോസും കാലം മാത്രമല്ല, പിന്നെയോ അതിനു മുമ്പ് ആകെ 2 പേർ താമസിച്ച ആ ഏതേനിൽ ആകെ അപ്പച്ചനമ്മച്ചി ഉണ്ടായുള്ളൂ. വേറെ സഭയുണ്ടായില്ല, ഇഷ്ടംപോലെ കൂട്ടങ്ങളൊന്നും ഉണ്ടായില്ല. ഇന്ന് നമുക്ക് പറയാം ഇഷ്ടംപോലെ കൂട്ടങ്ങളുണ്ട്, മൊബൈൽ ഫോണുണ്ട്, ഏത് സമയത്ത് ഇതിനകത്ത് നമുക്ക് പ്രസംഗം കേൾക്കാം. കഴിഞ്ഞ ദിവസം ഞാൻ പോയ സ്ഥലത്ത് 2 സഹോദരിമാർ പറഞ്ഞൊരു കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. അത് അതിന് മുമ്പത്തെ ആഴ്ച ഒരു ചെറിയൊരു പാസ്റ്റർമാരെ ഇങ്ങനെ ഒരു കൂട്ടത്തിൽ ഞാൻ സംസാരിച്ചപ്പോൾ ദൈവാത്മാവ് എന്നെ അത് ഓർപ്പിച്ച അല്ലെങ്കിൽ ഇടപെട്ട ഒരു കാര്യമായിരുന്നു പ്രാർത്ഥിക്കാൻ വേണ്ടി. എന്താ, ഈ ദേശത്ത് എത്ര ഇനി പ്രവർത്തനം നടത്തിയാലും കാര്യമില്ല. 2 വിഷയങ്ങളാണ്. ഒന്ന്, പിന്മാറിപ്പോയ പാസ്റ്റർമാരുടെയും ദൈവമക്കളുടെയും ജീവിതം. രണ്ടാമത്, ഇത് കയ്യിലുള്ളിടത്തോളം കാലം ഏത് സമയത്തും ഏത് രാത്രിയിലും കേൾക്കാൻ സാധിക്കും. എന്ത് കേൾക്കാൻ? പ്രസംഗം കേൾക്കാം. പ്രസംഗം ധാരാളം ഉണ്ട്. പക്ഷേ ദുരുപദേശം ശക്തിയോടെ വളർച്ച പ്രാപിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവസഭ ആയിരിക്കുന്നത്. ദുരുപദേശം അന്നുണ്ടായതുകൊണ്ടാണ് ഈ ലേഖനങ്ങൾ 14 അല്ലെങ്കിൽ 21 ലേഖനങ്ങൾ എഴുതിപ്പിച്ചത്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എന്നാൽ അതിൽ കൂടി കൂടുതലായി ഇന്ന് നമ്മുടെ കൈവിരലിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ കൈവിരലിൽ ഇത് ഉള്ളപ്പോൾ ഏത് സമയത്തും കേൾക്കാം. പക്ഷെ അവർ കേൾക്കുന്ന ദൈവത്തിൻ്റെ വചനം സത്യവചനമാണോ എന്ന് നാം പരിശോധിക്കണം. എല്ലാവരും അവരും ചോദിച്ചതാ, പാസ്റ്റർമാർ ഇഷ്ടം ആരെ വിശ്വസിക്കും? ശരിയാണ്. ഞാൻ ഒരു തലയാഴ്ച ഞാൻ പാസ്റ്റർമാരോട് പറഞ്ഞ ദൂത് അതേ ദൈവാത്മാവ് എന്നെ ഉറപ്പിച്ച് ഇന്നത്തെ അനുഭവം കൊണ്ട് വ്യക്തമായ സൗരിമാർ പറയാണ്, ഞങ്ങൾ ഏത് പാസ്റ്റർ വിശ്വസിക്കും? പാസ്റ്റർമാരുടെ വചനം അല്ല, പ്രസംഗമാണല്ലോ. മാത്രമല്ല അവർ ബൈബിളിലാണല്ലോ പറയുന്നത്. ശരിയാ, സ്തോത്രം. അപ്പോൾ വിവേചന ആത്മാവ് ഉണ്ടെങ്കിൽ, മാത്രമല്ല അത് ഗ്രഹിക്കുവാനുള്ള കൃപ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ നിങ്ങൾ താഴ്മയോടെ ദൈവസ്ഥലം ഇരിക്കാൻ ആർക്കും സമയമില്ലല്ലോ, കേൾക്കാൻ മാത്രം പറ്റുള്ളൂ. അപ്പം നിങ്ങൾക്ക് അത് ഇഷ്ടമുള്ളത്, പൗലോസ് പറയുന്നത് എൻ്റെ കാതുകൾക്ക് ഇമ്പമുള്ളത് അതിലേക്ക് ഞാൻ തിരിയും.
സ്തോത്രം. പക്ഷെ അത് വിവേചിക്കുവാനുള്ള കൃപ ഈ ദിവസങ്ങൾ നിങ്ങളെ പ്രാർത്ഥന, ദൈവസഭയുടെ പ്രാർത്ഥനയാണല്ലോ തുടർന്ന് ഉപവാസം നടക്കുന്ന ഈ ദിവസങ്ങൾ ദൈവാത്മാ നിങ്ങൾ ഹേമിപ്പിച്ച അതേ നിയോഗം തന്നാൽ ഈ ഒരു വിഷയം പ്രത്യേകമായി പ്രാർത്ഥിക്കാം ശക്തിയോടെ. അതേസമയം ഈ ദുരുപദേശക്കാർക്ക് എതിരായി നമ്മളെ ഒന്ന് സജ്ജമാക്കുവാൻ, നാം വ്യക്തമായി അത് വചനം അവരോട് പറയുവാൻ. അത് ഒത്തിരി വിഷയങ്ങൾ ഒത്തിരി ആഴമായി പഠിക്കേണ്ട വിഷയമാണ്. പക്ഷേ അത് നമുക്ക് അറിവുള്ളത് അത് വ്യക്തമായി അവരോട് പറഞ്ഞ് മനസ്സിലാക്കുവാൻ, ജനത്തോട് അത് പറഞ്ഞ് പഠിപ്പിക്കുവാൻ മനസ്സിലാക്കുവാൻ കൃപ അത് കർത്തദാസന്മാർക്കും ദൈവസഭകൾക്കും നമുക്കും കർത്താവിൻ്റെ ആത്മ നൽകുവാൻ കർത്താവിനാത്മ ഈ ദിവസങ്ങൾ സഹായിക്കട്ടെ. അത് കർത്താവിന് അവിടെ പൗലോസ് പറയുകയാണ്, കർത്താവ് നിങ്ങൾ എല്ലാവരോടും കൂടെ അത് ഇരിക്കുമാറാകട്ടെ. ആ കർത്താവ് എങ്ങനെ ഇരിക്കുന്നത്? അതേ വാക്കിന് തുടക്കം നമ്മൾ വായിച്ചത് സമാധാനത്തിൻ്റെ കർത്താവായവൻ. അപ്പോൾ ഈ കർത്താവ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് സമാധാനം നൽകിക്കൊണ്ടാണ്. കർത്താവ് താൻ തന്നെ പറഞ്ഞു, ലോകം തരാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക്. അപ്പോൾ ലോക സമാധാനം വേണ്ടിയാ നമ്മുടെ വിശ്വാസികളിപ്പോൾ ഓടുന്നത്, അല്ലെങ്കിൽ പാസ്റ്റർമാർ, പെന്തക്കോസ്ത് സഭ, പെന്തക്കോസ്ത് ലോകം ഈ ലോകത്തിന് സമാധാനത്തിന് വേണ്ടിയാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് കർത്താവിന് ലോകം നിങ്ങൾക്ക് സമാധാനം തരും. കുറച്ച് നേരം TV കണ്ടാൽ, കുറച്ച് നേരം ഈ മൊബൈൽ കണ്ടാൽ, മറ്റുള്ള കുറച്ച് നേരം പ്രാർത്ഥിച്ചാൽ, മറ്റുള്ള ആൾക്കാർ കാര്യം വിടട്ടെ പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ഒരു ദിവസം ഉപവസിച്ചാൽ ഒക്കെ നമുക്ക് സമാധാനം കിട്ടും. പക്ഷെ കർത്താവ് പറയുന്ന ആ സമാധാനം, എൻ്റെ അടുക്കൽ നീ ഇരിക്കുമ്പോൾ നിൻ്റെ വിഷയങ്ങളാണോ നീ പ്രാർത്ഥിക്കുന്നത്, നിൻ്റെ കുടുംബത്തിൻ്റെ വിഷയമാണോ പ്രാർത്ഥിക്കുന്നത്, അതിനു വേണ്ടിയാണോ കറിയുന്നത്, അതോ നശിച്ചു പോകുന്ന നിൻ്റെ അയൽവാസിക്ക് വേണ്ടിയോ, അല്ല നിൻ്റെ കുടുംബത്തിലുള്ള നിൻ്റെ അപ്പനോ അമ്മയോ സഹോദരന്മാർക്ക് വേണ്ടിയോ, അല്ല നിനക്ക് വിരോധമുള്ള അതേ 10-20 വർഷം വിരോധം ഉണ്ടായ എന്നുള്ള രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ എനിക്ക് 30 വർഷമായി വിശ്വാസ ജീവിതം. അപ്പോൾ 30 വർഷം മുമ്പേ എന്നോട് വിദ്വേഷം ഉണ്ടായ ഒരു കൂട്ടുകാരനോട് എനിക്ക് ഇന്നും വിദ്വേഷം ഉണ്ടോയെന്ന്. സ്വതന്ത്രം. അത് നമ്മൾ ഓർക്കും. കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ വേണ്ട ഇന്നലെ പ്രസംഗിച്ച പ്രസംഗം നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോൾ ഓർമ്മശക്തി എത്രയുണ്ട്? ദൈവം തന്നെ ഒത്തിരി കാര്യം മർപ്പിക്കും, അത് നല്ല കാര്യം. പക്ഷേ എന്താണ്, നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ വിശാലിങ്ങൾ അവൻ പറഞ്ഞത്, അവൾ പറഞ്ഞത്, അവൻ ചെയ്തത്, അവൾ ചെയ്തതൊക്കെ ഇങ്ങനെ ഓർമ്മയിലുണ്ടാവും. ഇന്നലെ പറഞ്ഞു ജീവൻ്റെ വചനമോ സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന വചനമോ അത് എപ്പോഴേ ഇവിടുന്ന് പടി ഇറങ്ങുമ്പോഴേ നിങ്ങളുടെ കാര്യം മാത്രം, എൻ്റെ കാര്യം അങ്ങനെ വന്നിപ്പോൾ അങ്ങനെ ആയിപ്പോയി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ അതിന് ജയിക്കാൻ വേണ്ടി ഉപവാസം. കർത്താവ് പറയും, നീ ഉപവസിക്കുമ്പോൾ, നീ പ്രാർത്ഥിക്കുമ്പോൾ എന്തിനാണ് ആ അറയിൽ കടന്ന് അവനോട്, അപ്പനോടുള്ള പ്രൈസ് ദി ലോർഡ്, സ്വർഗത്തിൽ ഇരിക്കുന്ന നിൻ്റെ പിതാവ്, ആ പിതാവിനോട് ഒരു ബന്ധം ഒന്നും കൂടെ സ്ഥാപിക്കുവാൻ. അതുകൊണ്ട് പൗലോസ് പറയുന്ന തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുമ്പോൾ 1-ാം ലേഖനത്തിൽ പറയുകയാണ്, അതേ ഇടപെടാതെ പ്രാർത്ഥിക്കുവാൻ, എല്ലാത്തിനും സ്തോത്രം ചെയ്യുവാൻ. അങ്ങനെ വരുമ്പോൾ ഞാൻ ബന്ധം സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ തവണ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്തോത്രം പറയണം. കുഞ്ഞുങ്ങളത് സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, സ്കൂളിൽ കയറുമ്പോൾ പ്രാർത്ഥിക്കണം, സ്കൂൾ കോളേജ് എവിടെയായിരുന്നു സ്തോത്രം. തിരിച്ചു വരുമ്പോൾ സ്കൂളിൽ നിന്ന് കോളേജിൽ നിന്ന് ഇറങ്ങുമ്പോൾ പ്രാർത്ഥിക്കണം, വീട്ടിൽ കയറുമ്പോൾ. ഇത്രയും പ്രാർത്ഥന വേണോ പാസ്റ്ററെ? 4 നേരം നമ്മൾ കഴിക്കുന്നില്ലേ? അതിനുവേണ്ടി ആരോഗ്യം തന്നതിനാ, പ്രാർത്ഥിക്കാൻ വേണ്ടിയാ. കർത്താവിൻ്റെ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടി സകലവും തരാതിരിക്കുമോ? സകലവും തരുന്നവനാ. അവനോട് യാചിക്കണം. എന്ത് നന്മ യാചിക്കണം? ഏത് നന്മ? ഈ ലോകത്ത് നന്മ അല്ല. കാരണം അത് എത്ര ലഭിച്ചാലും നശിച്ചു പോകും. എത്ര വണ്ടി കിട്ടിയാലും അത് പോവും, അത് സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. എത്ര വീട് കിട്ടിയാലും അത് സ്വർഗത്തിൽ കൊണ്ടുപോകില്ല. പിന്നെ കൊണ്ടുപോകാൻ പറ്റിയത് എന്താണ്? ഞാൻ കർത്താവിന് പ്രാപിച്ച പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് ഞാൻ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ച ചില പ്രവൃത്തികൾ. ഒരു ആത്മാവാണെങ്കിൽ ഒരു ആത്മാവ് വേണ്ട. അതേ സ്വന്തം ഞാൻ എൻ്റെ ആയുസ് മുഴുവൻ പ്രാർത്ഥനയിൽ അതേ ചെലവഴിച്ചു മതി. നിങ്ങളെ ഏൽപ്പിച്ചത് പ്രൈസ് അത് ചെയ്യുക. പ്രാർത്ഥന എല്ലാവർക്കും ഉള്ള കാര്യമാണ്. ചില പാസ്റ്റർമാർ പറയാറുണ്ട്, പഠിപ്പിക്കാറുണ്ട്, അത് കൃപ ചിലർക്ക് ലഭിച്ചില്ല. പിതാവിനോട് സംസാരിക്കാൻ വേണ്ടി അത് കൃപ ആവശ്യമില്ലല്ലോ, വേണോ? മക്കൾ 2 പേരാണെങ്കിൽ 2 പേർക്കും അപ്പനോടും അമ്മയോടും ഏത് സമയത്ത് സംസാരിക്കാം. അതാ പ്രാർത്ഥന, അല്ലാതെ കൃപയല്ല. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ പ്രാർത്ഥന ജീവിതം അതേ വർദ്ധിപ്പിക്കുമ്പോൾ, ആത്മാവിൽ ആയിത്തീരുമ്പോൾ, ആത്മാവിൽ പോരാടാൻ സഹായിക്കും. ആത്മാവിൽ പോരാടുവാൻ നമ്മളെ ബലപ്പെടുത്തും, ധൈര്യപ്പെടുത്തും. യഹോവയെ ഭയപ്പെട്ട്, അതേ ഇന്നത്തെ വചനം പറഞ്ഞ പോലെ യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ എനിക്ക് എവിടെ ഇഷ്ടമുണ്ടാവും? ഈ ജീവൻ്റെ വചനത്തിൽ. സ്തോത്രം. അതേ യിരെമ്യാപ്രവാചകൻ പറഞ്ഞ പോലെ യഹോവയിൽ ആശ്രയിക്കും. യേശുക്രിസ്തു തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എല്ലാ കാര്യത്തിലും, കുഞ്ഞുങ്ങളെ പഠിപ്പായിക്കോട്ടെ, ജോലികാര്യമായിക്കോട്ടെ, ഭക്ഷണകാര്യമായിക്കോട്ടെ, എല്ലാത്തിലും കർത്താവിൽ ആശ്രയം. കർത്താവ് അങ്ങ് തരണം. അവൻ്റെ വാഗ്ദത്തമോ സ്തോത്രം. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അവരുടെ വാഗ്ദത്തം തന്ന എന്താണ്? അന്നുള്ള ആഹാരം. ഞാനങ്ങനെ പഠിച്ചിട്ടുള്ളൂ, ബൈബിൾ വായിച്ചിട്ടുള്ളൂ. പഴയ നിയമത്തിൽ അത് തന്നെയാണ്. മന്ന പറക്കാൻ വേണ്ടി 40 ലക്ഷം ജനത്തെ 40 വർഷം നടത്തിയവൻ. പലപ്പോഴും അവർക്ക് രുചിക്കേട് തോന്നി. എല്ലാ ദിവസവും ഈ മന്നയല്ലേ, എല്ലാ ദിവസവും മാത്രമല്ല, ഏത് നേരം 2 നേരം ഈ മന്ന തന്നെ, ആ വെള്ളം തന്നെ. പക്ഷെ അതിൽ ജീവൻ ഉണ്ടായിരുന്നു. മനസ്സിലാവും. അതിലധികം പെറുക്കിയവരാ പലരും. നമ്മളെ അനുഗ്രഹം ഒരുപാട് വേണമെന്ന് പറയുമ്പോൾ അതൊന്നും ഓർത്താൽ നല്ല സ്തോത്രം. മറ്റുള്ളവരും പറഞ്ഞു കൊടുക്കണം കേട്ടോ. എന്താ? അധികം പെറുക്കിയവന്
അത് പുഴുത്തുപോയി. അത്രയുള്ള ഈ ലോകം നന്മയും അധികം ഉണ്ടായ എന്തും നശവും. എന്നാൽ കുറവ് വന്നവനോ 1 കിലോ കഴിക്കാൻ വയറുണ്ട്, പക്ഷെ പെറുക്കി കിട്ടിയപ്പോൾ 1/2 കിലോ ഉള്ളൂ. കർത്താവ് വിശ്വാസൻ ആ 1/2 കിലോ കൊണ്ട് എൻ്റെ വയറ് പോറ്റുവാൻ, അതിനെ സമാധാനപ്പെടുത്തുവാൻ. വയറിനൊരു സമാധാനം വേണമല്ലോ, അതാണ് അവന് സമാധാനം നൽകുന്ന ദൈവം. വയറിന് സമാധാനം നൽകിക്കൊണ്ട് അല്ലെ എൻ്റെ അസ്ഥികളെ ബലപ്പെടുത്തി പ്രൈസ് ദി ലോർഡ് എന്നെ കൊണ്ട് ചെയ്യിക്കുന്ന ഇന്ന് പകൽ അത് ചെയ്യിക്കുന്ന കാര്യങ്ങൾക്ക് ആവശ്യം ആരോഗ്യം നൽകുവാൻ ആ 1/2 കിലോക്ക് സാധിക്കും. അതുകൊണ്ട് പറഞ്ഞ് പ്രാർത്ഥിച്ച് കഴിക്കുവാൻ. ഏത് ഭക്ഷണം മേടിക്കുമ്പോൾ, കടയിൽ മേടിക്കുമ്പോഴും അത് പ്രാർത്ഥിച്ച് മേടിക്കുവാൻ. അത് വന്ന് 3 നേരം ഭക്ഷണം കഴിക്കുമ്പോഴും പ്രാർത്ഥിച്ച് കഴിക്കുമ്പോൾ അത് ദൈവമക്കളെ അത് അനുഗ്രഹമായി തീരും. സ്തോത്രം. നമ്മുടെ ശരീരത്തിലെ രോഗങ്ങൾ നമുക്കറിയില്ല എന്തൊക്കെയുള്ളത്. അത് സ്കാൻ ചെയ്യുമ്പോൾ മാത്രം അറിയും. പക്ഷേ എന്നും സ്കാൻ ചെയ്യുന്ന കർത്താവ് പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നമ്മൾ ഇരിക്കുന്ന നാം പ്രാർത്ഥനാപൂർവ്വം ഇരിക്കുമ്പോൾ അത് ഇന്നത്തെ ക്ഷീണങ്ങളെ മാറ്റിക്കൊണ്ട് വീട്ടിലെ ജോലികാര്യം ചെയ്യുവാനും ഉപവസിക്കാനും സഭയിൽ വരുവാനും ആരോഗ്യം ബലവും കർത്താവ് നൽകുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പൗലോസ് പറയുന്ന അവൻ നമ്മുടെ കൂടെ എങ്ങനെ ഇരിക്കുന്നു, അവൻ്റെ സമാധാനം അത് എപ്പോഴും ഒന്ന് വായിച്ചേ. സമാധാന കർത്താവായവൻ എല്ലായ്പ്പോഴും, അതെ, എല്ലായ്പ്പോഴും ഏത് സമയത്തും, പകലായിക്കോട്ടെ രാത്രി ആയിക്കോട്ടെ, നിങ്ങൾ കഷ്ടകാലത്തായിക്കോട്ടെ സുഖകാലത്തായിക്കോട്ടെ, അത് കടഭാരത്തിൽ ഇരിക്കുന്ന സമയം ആയിക്കോട്ടെ, പൈസ ഇല്ല, കടം മേടിക്കാതെ അത് ജീവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുന്നു. കടം കൊടുക്കുവാനും ഇസ്രായേൽ മക്കളെ അനുഗ്രഹിച്ചതും നമ്മളെ വിളിച്ച് വേർതിരിച്ചും കടം കൊടുക്കുവാനും, കടം മേടിക്കാനല്ല. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഗൾഫിൽ പോകുന്ന അമേരിക്കയിൽ പോകുന്നതൊക്കെ നല്ല കാര്യം, എനിക്ക് താല്പര്യം ഇല്ലാത്ത കാര്യമാണ്. പക്ഷേ എങ്കിലും പോട്ടെ, നമ്മൾ ബലം പിടിച്ചിട്ട് കാര്യം ആൾക്കാർ പോകും. പക്ഷേ വിഷമം 20 വർഷം മുമ്പേ എൻ്റെ അപ്പ പിന്മാറ്റക്കാരൻ എൻ്റെ ഡാഡിയുടെ പൈസ ഉണ്ടായിരുന്നു. ഡാഡിയുടെ അടുത്തൊരു പാസ്റ്റർ വന്നിട്ട്, ഒന്നല്ല ചില പാസ്റ്റർമാർ വന്നിട്ട് ചോദിച്ചാൽ അവരുടെ ദൈവം കൃപയാൽ അവർക്ക് നൽകിയ ദാനമായി നൽകിയ ഭവനം, ദൈവം പ്രാർത്ഥിച്ച് ഉപസിച്ച് ദൈവം ദാനമായി നൽകിയ ഭവനം അത് ഈട് വെച്ച്, ഈടുന്ന എന്താ ഈട് വെക്കുക, കടം മേടിക്കാൻ വേണ്ടി പണയം വെക്കാം, ലോൺ എടുക്കാൻ വേണ്ടി. അന്നത്തെ കാലത്ത് ലോൺ അത്രയില്ല, 20 വർഷം മുമ്പേ, 25 വർഷം മുമ്പേ. സോറി. അപ്പോൾ ഇതെന്താ, ദൈവം ദാനമായി അവർ തന്നെ പ്രാർത്ഥിച്ച് ഉപസിച്ച് കരഞ്ഞു കിട്ടിയ ഭവനം ദൈവത്തോട് ആലോചിച്ച് ചോദിക്കാതെ ഗൾഫിൽ പോകാൻ, അമേരിക്കയിൽ പോകാൻ വേണ്ടി എന്ത് ചെയ്തു, ഇത് ഈട് വെക്കുന്നതാണ്, അല്ലെങ്കിൽ ലോൺ എടുക്കാൻ വേണ്ടി വെക്കുന്ന അനുഭവം. എൻ്റെ പിന്മാറ്റക്കാരൻ എൻ്റെ അപ്പൻ അവരോട് ചോദിച്ച് പാസ്റ്റർ ഇത് നല്ല കാര്യമാണോ? അപ്പോൾ എവിടെ വിശ്വാസം? കർത്താവ് പറഞ്ഞു വിശ്വാസം കണ്ടെത്തുമോ എന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ഏറ്റവും വിഷമിപ്പിക്കുന്ന കാര്യമാണ്. ദൈവം ദാനം, അവരെന്നെ പറയാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച് കരഞ്ഞു ദൈവം ദാനമായി നൽകിയത്. സ്തോത്രം. അത് വെച്ചിട്ട് പോകുന്ന അവസ്ഥ. ഇസ്രായേൽ മക്കളുടെ വിശ്വാസം, ബൈബിൾ പറഞ്ഞു ഞാൻ നീ പാർക്കുന്ന ദേശത്ത് അനുഗ്രഹിക്കും. അമേരിക്കയിൽ പോയിട്ടോ ലണ്ടനിൽ പോയിട്ടോ അല്ല കർത്താവിൻ്റെ അനുഗ്രഹം. ഈ പീച്ചിൽ അത് ജീവിച്ചുകൊണ്ട് പല പിതാക്കന്മാർ അതൊരു മാതൃകയാണ്. അവർ ഇവിടെ തന്നെ ജീവിച്ചുകൊണ്ടാണ് സുവിശേഷം അറിയിച്ച് ഇവിടെ അനുഗ്രഹിക്കപ്പെട്ടത്. സ്തോത്രം. അനുഗ്രഹിക്കപ്പെടുന്നതാണ് ഇന്നും ആരോഗ്യത്തോടെ ഇത്ര പാസ്റ്റർമാർക്കായ സ്തോത്രം ഇത്ര ആരോഗ്യം കർത്താൻ നൽകി ഓർത്ത് സ്തുതിക്കുന്നു. അന്നത്തെ കാലത്തെ ആ നടപ്പ്, അന്നത്തെ കാലത്തെ അധ്വാനം, അന്നത്തെ ഉപവാസം, സ്തോത്രം. മറ്റുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, പക്ഷെ അതെല്ലാം അത് വകവെക്കാത്ത കർത്താവിനോട് അധ്വാനം നിമിത്തമായിട്ട് കർത്താവിനെ ബലപ്പെടുത്തിനായി കർത്താവ് നൽകുന്ന അനുഗ്രഹത്തിനായി സ്തുതിക്കുന്നു. അത് എവിടെയും പോയിട്ടില്ല. ഇസ്രായേൽ മക്കളുടെ പഴയ നിയമത്തിൽ അവരുടെ വിശ്വാസം ഇസ്രായേലിന് എന്ന ആ അതിർത്തി, ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് അങ്ങോട്ട് അപ്പുറം കടക്കുന്നവൻ ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ടാണ് ശമര്യക്കാരെ അവർ മാറ്റിവെച്ചത്. അവരെന്താ ജാതികളോട് ഇടകടന്നു, ജാതീയ രാജ്യത്തിലേക്ക് പോയി അവിടെ എന്താ പണം ലഭിക്കാൻ വേണ്ടി, സ്ഥാനമാനം ലഭിക്കാൻ വേണ്ടി അവർ മറ്റുള്ള രാജ്യങ്ങളെ അവർ തേടിയപ്പോൾ, ആശ്രയം തേടിയപ്പോൾ സ്തോത്രം യഹോവയെ വിട്ടു. അവർ ആ ജാതീയമായ ആചാരത്തിലേക്ക് അവർ മാറിക്കളഞ്ഞു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് അവരുടെ വിശ്വാസം അനുസരിച്ച് അതേ ആ അതിർത്തി കടക്കുന്നു. കാരണം എന്താണ്? അവരുടെ വിശ്വാസം സർവശക്തനായ ദൈവത്തിന് മക്കളാ, ജാതിയാ ഞങ്ങൾ. ഇതുപോലെ ജാതി ഉണ്ടോ? ദൈവം അതേ അടുത്ത് ഇരിക്കുന്ന, ദൈവം കൂടെ ഉള്ള, ദൈവം നടത്തുന്ന ജാതി. അതേ മോശ പറയാണ്, ആവർത്തന ദിവസം 1-ാം അധ്യായത്തിൻ്റെ 31-ാം വാക്യം. അവിടെ മോശ പറയുന്നു 40 ലക്ഷം ജനത്തെ നോക്കി 40 വർഷം നടത്തിയ ആ സർവശക്തനായ ദൈവത്തിൻ്റെ കാര്യം പറയാണ്. ഒരു പിതാവ് ഒരു മനുഷ്യൻ തന്നെ മകൻ്റെ കൈ പിടിച്ച് നടത്തുന്ന പോലെ സർവശക്തനായ ദൈവം നിങ്ങളെ ഇന്നയോളം നടത്തി. വേണമെങ്കിൽ വായിച്ചോ. ആവർത്തനം 1-ന്റെ-31. ഒരപ്പൻ തന്നെ മകനെ വായിക്കുന്ന പോലെ ദൈവമക്കളെ, 1.5 വയസ്സിൽ കുഞ്ഞ്, അല്ലെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ വലുതാ ചെറിയ കൊച്ച്, 1.5 വയസ്സിൽ കൊച്ച് റോഡ് കിടക്കാൻ നമ്മൾ വിടുവോ? ഇല്ല. എത്ര അവന് എന്ത് കഴിവോ ബലമോ ഉണ്ടെങ്കിൽ നമ്മൾ അവന് കൈ പിടിക്കും. പക്ഷെ നമ്മുടെ നാം അവന് കൈ പിടിക്കുമ്പോൾ അവൻ കൈ കുടയും. ഇന്നത്തെ കാലത്ത് പിള്ളേരുടെ സ്വഭാവം അവർക്ക് എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം. അവൻ കൈ കുടയും. പക്ഷെ കൈ കുടഞ്ഞാലും നമുക്കറിയാം റോഡിലേക്ക് പോകുമ്പോൾ വണ്ടി
ഇടിക്കും, അല്ലെങ്കിൽ അവൻ വീഴും. അതുപോലെ തന്നെ 40 ലക്ഷം ജനത്തെ 40 വർഷം ഹല്ലേലൂയ അത് മോശ ഓർപ്പിക്കുന്നു. ഈ ദൈവം എല്ലായ്പ്പോഴും നിങ്ങൾ നടന്ന സകല വഴിയിലും അതേ ദൈവം നിങ്ങളെ നടത്തിയോർത്ത്, നിങ്ങൾ വഹിച്ചതോർത്ത്, നിങ്ങളുടെ കൈകൾ വഹിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം. ദൈവമക്കളെ, നിങ്ങളുടെ ഓരോ കഷ്ടങ്ങളിലും, നിങ്ങൾ ഓരോ പ്രയാസത്തിലും കർത്താവ് ഇന്നയോളം കൂടെ ഉണ്ടായിരുന്നു. പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു അവൻ നടത്തിയ വിധങ്ങൾ. സ്തോത്രം. തെസ്സലോനിക്കയിൽ വരുമ്പോൾ അത് വായിക്കാം. സമാധാനത്തിന് കർത്താവായവൻ തന്നെ സകല വിധത്തിലുമുള്ള സമാധാനം നൽകട്ടെ. അപ്പൊ സകല വിധം, ഒരുവിധം സമാധാനമല്ല. രോഗത്തിന് സമാധാനമല്ല. പണം അല്ലെങ്കിൽ കടം അല്ലെങ്കിൽ സാമ്പത്തിക ഞെരുക്കം വരുമ്പോൾ ആണോ? രോഗത്തിൽ ഒരു ക്യാൻസർ വേണ്ട, പനി, ക്യാൻസറിന് പോകേണ്ട ഇന്നത്തെ കാലത്ത് പനി മതിയല്ലോ. പനി അടിച്ചിട്ട് തലയൊക്കെ കയറി മരിച്ചു പോകുന്ന ആൾക്കാർ പലരും ഇഷ്ടം പോലെ നമ്മൾ കേൾക്കുന്നുണ്ട്. അത് ഡെങ്കിപ്പനി ആയാൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പലതും. പക്ഷേ ഒരു പനി വന്ന് നേരെ പെട്ടെന്ന് അവർ ശ്രദ്ധിച്ചില്ല. അവർ ശ്രദ്ധിക്കാതെ ഡോക്ടർമാർക്കും ശ്രദ്ധയിൽ വന്നു. പക്ഷെ എന്താ, ആ പനി കയറി 3-4 ദിവസം ആയപ്പോഴത്തേക്ക് എന്താ പനി കയറി നേരെ തലച്ചോറിൽ കയറി ബ്രെയിൻ ഫീവറായ ആൾ പോയി. അത്രേ ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. പാസ്റ്റർ ഓർപ്പിച്ചാൽ എത്ര ശക്തിയും ബലവും എത്ര കഴിവ് ഡോക്ടർമാർക്കുണ്ടെന്ന് പറഞ്ഞാൽ അവരെ ഒരു വാക്കുണ്ട്, ഞങ്ങൾ ചെയ്യും, പക്ഷെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. സ്തോത്രം. അത് മക്കളെ ഹല്ലേലൂയ, കർത്താവിൻ്റെ കൃപയാൽ അവൻ നമ്മളെ ആക്കി വെച്ച്. അപ്പോൾ രോഗശൈലി ഉള്ളവന് സമാധാനം അല്ല സാമ്പത്തിക ഞെരുക്കത്തിലുള്ളവർക്ക്. മാത്രമല്ല അതുപോലെയല്ല അത് സുവിശേഷം അറിയിച്ചിട്ട് അടി കൊണ്ടുവന്ന ഒരു വിശ്വാസിക്ക്. അടി കൊണ്ടുവന്ന പാസ്റ്ററുടെ കാര്യം ഞാൻ പറയത്തില്ല. അത് കാരണം എല്ലാവരും ചിന്ത സുവിശേഷം അറിയിക്കേണ്ടത് പാസ്റ്റർമാരുടെ ജോലിയാണ്. അല്ല, പൗലോസ് പറഞ്ഞു, ഞാൻ അറിയിച്ചില്ലെങ്കിൽ എനിക്ക് അയ്യോ കഷ്ടമെന്ന് ആ വാക്ക് വെച്ച് അത് നമ്മൾ വാക്യം ഉദ്ധരിക്കുമ്പോൾ ആരെ പറയുന്നത്? ഞാൻ പറയുമ്പോൾ എനിക്ക് അയ്യോ കഷ്ടം. എൻ്റെ ഭാര്യ പറയുമ്പോൾ, അതുകൊണ്ട് പലരും ഇപ്പോൾ ആ വാക്യം പറയാറില്ല, പറയാതിരുന്നാൽ പറയും. പക്ഷെ പറയാതില്ലെങ്കിൽ അതിനർത്ഥം എന്താ? ഈ രക്ഷകനെ, ഞാൻ അനുഭവിക്കുന്ന സമാധാന സ്വസ്ഥതയും അവനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല എങ്കിൽ പിശാചിന് മുമ്പാകെ അത് നാണക്കേടാവും. ആർക്ക്? ദൈവത്തിന് നാണക്കേടാവും. സ്തോത്രം. അവ സകല വിധത്തിലുള്ള സമാധാനം നൽകുന്നവൻ. അത് രോഗത്തിലായിക്കോട്ടെ, സാമ്പത്തിക വിഷയമായിക്കോട്ടെ, കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കോട്ടെ, എല്ലാത്തിനും അത് പ്രശ്നം വേറെയാണ്. ആ ടെൻഷൻ ഒഴിവാക്കുന്നത് അത് കർത്താവിനറിയാം സമാധാനം നൽകുവാൻ. മാത്രമല്ല മരണഭീതി, ഏറ്റവും വലിയ മരണഭീതി പക്ഷേ ദൈവമക്കൾക്ക് മാത്രം പറയാൻ സാധിക്കുള്ളൂ. ഹേ മരണമേ, നിന്റെ ജയം എവിടെയെന്ന് പറയാൻ ഒരു ദൈവം മകനോ മകൾക്ക് മാത്രമേ സാധിക്കുള്ളൂ. സ്തോത്രം. അതുകൊണ്ട് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവ് എല്ലായ്പ്പോഴും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. അവൻ്റെ സമാധാനം നൽകിയാണ് അവൻ നമ്മളെ എല്ലായ്പ്പോഴും സകല വിധത്തിലും ആശ്വാസം നൽകിക്കൊണ്ട് നമ്മളെ വഴി നടത്തുന്നത്. ദൈവമക്കളെ, ഭാരപ്പെട്ടു പോകേണ്ട. അതേ കർത്താവ് കൂടെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. അവൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവനെ ഭയപ്പെട്ട്, യേശുക്രിസ്തുവിനെ ഭയപ്പെട്ട് അവൻ്റെ പ്രമാണങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുവാൻ ഈ നാളുകൾ നമ്മുടെ കർത്താവ് സഹായിക്കുന്ന സ്വർഗീയ പിതാവാം ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട സഭ ഞങ്ങൾക്ക് നൽകിയാൽ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ഈ ഒക്ടോബർ മാസം 8-ാം തീയതി വരെ ഞങ്ങൾ എല്ലാവരും ഉള്ളംകൈയിൽ വഹിച്ച് വൻ കൃപയ്ക്കായി സ്തോത്രം. അതേ പാസും കുടുംബത്തോടും ജോയ് പാസും കുടുംബത്തോടും ഇവിടെ അയക്കുന്ന ടോണി പാസും കുടുംബത്തോടും ദൈവമക്കളും ചേർന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് നൽകിയ താവേ സ്വർഗീയമായ ഈ കൂട്ടായ്മയെ ഓർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന ദൈവസഭയുടെ ഉപാസ പ്രാർത്ഥന കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചില ദൈവ പ്രവൃത്തികൾ, ചില കുടുംബങ്ങൾ, അത് വ്യക്തി ജീവിതങ്ങൾ, യൗവനക്കാരിൽ ദൈവാത്മാവെ ചെയ്യണമേ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെ കേൾപ്പിച്ച പോലെ സമാധാനത്തിന് കർത്താവായവൻ ഞങ്ങളെ സകല വിധത്തിലും എല്ലായ്പ്പോഴും സമാധാനം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ഞങ്ങളുടെ പ്രവൃത്തിക്കായി സ്തോത്രം. ഞങ്ങൾ പ്രാപിക്കുന്ന സമാധാനം അത് അയൽവാസികളോട്, കൂട്ടുകാരോട്, കൂടെ പഠിക്കുന്നവരോട്, കൂടെ ജോലി ചെയ്യുന്നവരോട് ഒക്കെ പകർന്നു കൊടുക്കുവാൻ, ഈ ദേശത്തോട് ശക്തിയോട് പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങൾ ദൈവസഭയെ സഹായിക്കും, അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിനെ കുടുംബമായി സമർപ്പിക്കുന്ന സ്തോത്രം, പ്രാർത്ഥനായ സ്തോത്രം, അനുഗ്രഹിച്ചനായ സ്തോത്രം. സകലം ഞങ്ങൾക്ക് ജീവൻ നൽകിയ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ സമയം നൽകിയ ദേവദാസന്മാരോടും സഭയോട് നന്ദി അറിയിച്ചുകൊണ്ടിരിക്കണം. സമാധാനത്തിന്റെ കർത്താവായവൻ നിങ്ങൾക്ക് എല്ലായ്പ്പോഴും സകലത്തിന് സമാധാനം നൽകുമാറാകട്ടെ. ദൈവം നമുക്ക് സമാധാനം നൽകുന്ന ദൈവമാണ്. ലോകം തരുന്നത് പോലെയല്ല. കർത്താവ് നമ്മളോട് സംസാരിക്കുന്നു. തുടർന്ന് കർത്താവിന്റെ ജോയ് പാസ്റ്റർ നമ്മളോട് സംസാരിക്കുന്നു.